സാബു സാർ ഈ വലിയ വേദിയിൽ ഈ ക്രിസ്മസിന്റെ സായാഹ്ന വേളയിൽ എല്ലാവരെയും അഭിസംബോധന ചെയ്ത് നിൽക്കാൻ അവസരം നൽകിയ സർവേശ്വരനെ നമിച്ചുകൊള്ളുന്നു. ക്രിസ്മസ് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ആഘോഷം തന്നെയാണ്. സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഒക്കെ ആഘോഷമായിട്ടാണ് വിശ്വാസികൾ ദൈവപുത്രനായ യേശുവിൻ്റെ ജന്മദിനത്തെ, അതായത് ക്രിസ്തുമസിനെ കണക്കാക്കുന്നതും ആചരിക്കുന്നതും. സ്നേഹം അസ്തമിക്കാത്ത സൂര്യനാണെന്ന് അടയാളപ്പെടുത്തിയവൻ്റെ ജന്മദിനമാണ് ക്രിസ്മസ് എന്ന് ഒരു വേദപണ്ഡിതൻ പറയുന്നതായി കേട്ടിട്ടുണ്ട്. ചരിത്രകാരന്മാർ ലോക ചരിത്രത്തെ ക്രിസ്തുവിന് മുമ്പും ക്രിസ്തുവിന് ശേഷവും എന്നാണ് കണക്കാക്കുന്നത്. അതായത് BC എന്നും AD എന്നും കാലത്തെ വിഭജിച്ചത് ക്രിസ്തുവുമായി ബന്ധപ്പെട്ട. ഒരു കോളേജിലും പോയിട്ടില്ലെങ്കിലും ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആതുരാലയങ്ങളും തൻ്റെ അനുയായികൾ നടത്തുന്നതാണ് ഇന്ന് ലോകത്തുള്ളതിൽ ഏറ്റവും അധികം. ബൈബിളിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ BC 6-നും 4-നും ഇടയിൽ, അതായത് അക്കാലത്തെ യഹൂദ രാജാവായ ഹെരോദാവിൻ്റെ മരണത്തിന് തൊട്ട് മുമ്പ് ക്രിസ്തു ജനിച്ചു എന്ന് കണക്കാക്കുന്നു. ദൈവം മനുഷ്യ അവതാരം എടുത്ത് മനുഷ്യ രാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി ഭൂജാതനായി എന്നാണ് ബൈബിൾ വെളിവാക്കുന്നത്. അത് BC 700-നടുത്ത കാലത്ത് യെശയ്യാവ് എന്ന് പറയുന്ന ഒരു പ്രവാചകൻ ഇങ്ങനെ പ്രവചിക്കുന്നുണ്ട്, ഒരു രക്ഷകൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. ക്രിസ്തുവിന് തൊട്ടു മുമ്പ് യോഹന്നാൻ എന്ന് പറയുന്ന ഒരു സെന്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ്, അദ്ദേഹവും ഇതുപോലെ തന്നെ പറയുന്നു, എൻ്റെ പിന്നാലെ വരുന്നവൻ്റെ ചെരുപ്പഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല, അത്രമാത്രം വലിയവനാണ് എൻ്റെ പിറകെ വരുന്നത്. ഒരു അമാനുഷിക എന്നതിനേക്കാൾ ഉപരിയായി ദൈവപുത്രൻ എന്ന് തന്നെയാണ് ബൈബിളും വിശ്വാസികളും കണക്കാക്കുന്നത്. പിന്നെ ഇന്നത്തെ കാലത്ത് ഇതൊക്കെ ബൈബിളിനെ അടിസ്ഥാനമാക്കി ചിന്തിക്കുമ്പോഴാണ്, അതുപോലെ ഓരോരുത്തരുടെ വിശ്വാസം അനുസരിച്ചുമാണ്, അറിവനുസരിച്ചാണ്. ഇന്നത്തെ കാലത്ത് ക്രിസ്മസ് ആഘോഷം എന്ന് പറയുമ്പോൾ അത് ഏറ്റവും വലിയ ഒരു ബിസിനസ് സാധ്യതയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ മദ്യം വിൽപ്പനയ്ക്ക് സാധ്യത ഉള്ള ഒരു ദിവസം ഇന്നലെയായിരുന്നു. എവിടെ നോക്കിയാലും ദീപാലങ്കാരങ്ങൾ കൊണ്ട് ലോകം മുഴുവൻ, എല്ലാ വീടുകളും വ്യവസായ സ്ഥാപനങ്ങളും വ്യാപാര സ്ഥാപനങ്ങളും അലങ്കരിച്ച് മനോഹരമാക്കുന്ന ഒരു കാലയളവ്. അതുപോലെ പുതുവസ്ത്രങ്ങൾ അണിയുന്ന രീതി ചില ആളുകളുടെ ഇടയിൽ കാണാറുണ്ട്. ആശംസകൾ അയക്കുന്ന ഒരു വലിയ സന്ദർഭമാണ്. ഓരോരുത്തരുടെയും മനോധർമ്മം പോലെ അതിന് സാഹിത്യ ഒക്കെ കൊടുത്ത് വളരെയധികം എന്താ പറയുക, വിശാലമായി തന്നെ ആശംസകൾ നേരാറുണ്ട്. UK പാശ്ചാത്യ നാടുകളിലൊക്കെ ഈ ആഴ്ച, ഇനി ന്യൂ ഇയർ വരെ മിക്കവാറും അവധിയെടുത്ത ആഘോഷത്തിലാണെന്ന് പറയുന്നു. യൂറോപ്പിലും പാശ്ചാത്യ പൊതുവെ തന്നെ ഇങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിലും വലിയ വ്യത്യാസമില്ലാതെയൊക്കെ ആഘോഷങ്ങൾ നടക്കുന്നുണ്ട്. ഇത്രയൊക്കെയാണ് ഞാനും വിലയിരുത്തുന്നത്. എൻ്റെ ചെറുപ്പത്തിലാണെങ്കിൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന കരോൾ പ്രോഗ്രാമായിരുന്നു ഞങ്ങളുടെ പ്രദേശത്തൊക്കെ നടന്നിരുന്നത്. എന്നാലും എല്ലാ വീടുകളിലും എത്തില്ല, കാരണം അന്ന് വഴി സൗകര്യം കുറവ്. പിന്നെ വഴി സൗകര്യമാണ് പ്രധാന കാര്യം, വെളിച്ചത്തിൻ്റെ പ്രശ്നം. ഇന്നങ്ങനെയല്ലല്ലോ. ഇന്ന് 2 ദിവസത്തെ പരിപാടിയായി പ്രാദേശികമായി വിഭജിക്കപ്പെട്ട ഓരോ കുടുംബ യൂണിറ്റുകളാണ് കാര്യങ്ങൾ നടത്തുന്നത്. അപ്പോൾ കുറച്ച് വീടുകളിൽ പോയാൽ മതി. അത് ആഘോഷമായിട്ട് എല്ലാവരും കൂടെ പോകുന്നുണ്ട്. അതും എല്ലാവരും പങ്കെടുക്കുന്ന ഒരു ആഘോഷം എന്നുള്ള വിധത്തിൽ
മനസ്സിന് കൂടുതൽ സമാധാനവും സന്തോഷവും ലഭിക്കുന്ന ഒരു സംതൃപ്തി ലഭിക്കുന്ന വർഷത്തിൽ ഒരു വലിയ കാലയളവാണ്. പിന്നെ ക്രിസ്തു ബേത്ലഹേമിലെ പുൽത്തൊഴുത്തിൽ ജനിച്ചു എന്നുള്ള ആഘോഷവും ആചാരവും നിലനിൽക്കുന്നെങ്കിലും അതിലുപരിയായി ഇന്നും എന്നും ജനിക്കേണ്ടത് മനുഷ്യ മനസ്സിലാണ്. നമ്മുടെ അബേലച്ചൻ പാടിയ ഒരു പാട്ട് ഇവിടെ നമ്മൾ പാടാറുണ്ടല്ലോ ഇടയ്ക്ക്. ഈശ്വരനെ തേടി ഞാൻ നടന്നു, എവിടെയാ അവസാനം ചെന്ന എൻ്റെ മനസ്സിലേക്ക് നോക്കിയപ്പോൾ അവിടെയാണ് ഈശ്വരൻ, സ്നേഹമാണ് ഈശ്വരൻ്റെ രൂപം എന്ന് പറയുന്നത് പോലെ നമ്മുടെ മനസ്സിൽ ദൈവം ജനിക്കാൻ, സ്നേഹം ജനിക്കുവാൻ ഒരവസരമായി ഇതിനെ കണക്കാക്കാം. എല്ലാവർക്കും സ്നേഹത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ സുവിശേഷം, അത്രയും സത്യമായ ഒരു ക്രിസ്മസ് ആശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. എനിക്ക് അവസരം തന്ന സാബു സാറിനോട് പ്രത്യേകം നന്ദി അറിയിക്കുക. താങ്ക് യു സർ. താങ്ക് യു സർ. തീർച്ചയായിട്ടും ഈ ക്രിസ്മസ് ദിനത്തിൽ ജോർജ് സാറിന് ക്രിസ്മസ് സന്ദേശത്തിലൂടെ നമ്മളെ ധന്യമാക്കിയതിനുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. ഒരു ചെറിയ മെസ്സേജ് എൻ്റെ ഭാഗത്തും കൂടെ നൽകാം. എങ്ങനെയാണ് ക്രിസ്തുമസ് ആഘോഷിക്കേണ്ടത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ആഘോഷിക്കണം, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് ദൈവവചനത്തിൻ്റെ, ബൈബിളിലെ വചനങ്ങളിലൂടെ നമുക്ക് ചെറുതായിട്ടൊന്ന് യാത്ര ചെയ്യാം. നമുക്കെല്ലാവർക്കും അറിയാം, ദൈവത്തിൻ്റെ മകുട സൃഷ്ടിയാണ് മനുഷ്യൻ. എങ്കിലും വളരെ ബലഹീനനാണ്, അല്ലേ? നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് ഒന്ന് കണ്ണോടിച്ചാൽ പലപ്പോഴും ദുഃഖത്തിൻ്റെ ഒരു വലിയ ഒരു പാർട്ട് നമുക്ക് എപ്പോഴും അതിൻ്റെ അത് കാണാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കൊരു മെൻഡർ, അല്ലെങ്കിൽ നമുക്കൊരു ഉപദേശകൻ എപ്പോഴും ആവശ്യമാണ്. തീർച്ചയായിട്ടും ക്രിസ്ത്യാനി എന്ന നിലയിൽ ചിന്തിക്കുമ്പോൾ യേശുക്രിസ്തു ഒരു നല്ല മെൻഡറാണ്, നല്ലൊരു ഉപദേശകനാണ്. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, ആദ്യം ജോർജ് സാർ പറഞ്ഞ പോലെ യെശയ്യാ എന്ന് പറയുന്ന പഴയ നിയമത്തിലെ പ്രവചന പുസ്തകത്തിൽ 9-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: എനിക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിൽ ഇരിക്കും, അവന് അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കും. ഇതിൻ്റെ അകത്ത് ഇംഗ്ലീഷിൽ നമ്മളത് വായിക്കുമ്പോൾ ഹിസ് നെയിം ഷാൽ ബി കോൾഡ് ആസ് വണ്ടർഫുൾ കൗൺസിലർ, ദ മൈറ്റി ഗോഡ്, എവർലാസ്റ്റിംഗ് ഫാദർ ആൻഡ് ദ പ്രിൻസ് ഓഫ് പീസ്. നല്ലൊരു മനുഷ്യസ്നേഹി, മനുഷ്യൻ്റെ സാഹചര്യങ്ങളെ കൃത്യമായിട്ട് തിരിച്ചറിയുന്ന ഒരു നല്ല പെർഫെക്റ്റ് കൗൺസിലർ എന്ന തലത്തിൽ, ഒരു ഉപദേശകൻ, മെൻഡർ എന്നൊക്കെ തലത്തിൽ തീർച്ചയായിട്ടും യേശുക്രിസ്തുവിനെ കാണാൻ സാധിക്കുമെന്ന് പറയുന്നു. നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ മെൻഡർ ആരാണ്? നമ്മുടെ മെൻഡർ നമ്മുടെ മാതാപിതാക്കളാണ്. ആ മെൻഡറിങ്ങിലാണ് നമ്മൾ വളർന്നത്. ഇങ്ങനെ പറയത്തില്ലേ, നമ്മൾ ആദ്യം പഠിച്ച പാഠപുസ്തകം എന്ന് പറയുന്നത് നമ്മുടെ മാതാപിതാക്കൾ. നമ്മൾ കണ്ടും കേട്ടും മനസ്സിലാക്കിയൊക്കെ പഠിച്ചു. അവർ പറയുന്നത് മനസ്സിലാക്കിക്കൊണ്ടൊന്നുമല്ല. അതുകൊണ്ടാണ് 6 വയസ്സിന് താഴെയുള്ള കാലഘട്ടങ്ങളിൽ നമ്മൾ പലതും മനസ്സിലാക്കിയ പലതും ഇന്ന് പലപ്പോഴും നമ്മളെ പുറകോട്ട് വലിക്കുന്ന സാഹചര്യങ്ങളായിട്ടൊക്കെ മാറുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം തന്നെ ഇതാണ്. അന്നത്തെ നമ്മളുടെ ബോധമനസ്സിന് ശക്തിയില്ല. ഉപബോധ മനസ്സിൽ എന്തൊക്കെയാണോ അന്ന് കിട്ടിയതെല്ലാം കൃത്യമായിട്ട്, അന്ന് ബ്രെയിനിന് ഒത്തിരിയും സ്പേസ് ഉള്ളത് കൊണ്ട്, ഇന്ന് നമുക്ക് സ്പേസ് ഇല്ല. അന്നുള്ള സ്പേസിലെല്ലാം സൂക്ഷിച്ചു വെച്ച് അതേ രീതിയിലുള്ള നിർദ്ദേശങ്ങൾ കൊണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളെന്ന് വെച്ചാൽ ഏതൊരു വ്യക്തികൾ, ഏതൊരു മനുഷ്യന്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ മകുട സൃഷ്ടിയാണെങ്കിലും ബലഹീനതയുടെ ഒരു കാരണമായി മാറാറുണ്ട്. ആ ബലഹീനത എപ്പോഴും നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഏത് സാഹചര്യമാണ് നമ്മുടെ ചുറ്റും വരുന്നത്, അതനുസരിച്ച് ഈ ബലഹീനത നമ്മളെ കാർന്ന് പിടിക്കും. നമ്മൾ ആദ്യം പറഞ്ഞ യേശു ജനിച്ചിരിക്കുക, അല്ലെങ്കിൽ ബെസ്റ്റ് കൗൺസിലർ എന്ന് പറയുന്ന ആ ഭാഗം ഉറപ്പിക്കാൻ വേണ്ടി പുതിയ നിയമത്തിൽ മത്തായിയുടെ സുവിശേഷത്തിൽ 28:18 റെവലേഷൻ, വെളിപ്പാട് പുസ്തകത്തിൽ 19-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിലും യോഹന്നാൻ 1:16 വളരെ കൃത്യമായിട്ട് അത് സ്ഥാപിക്കുന്ന ഒത്തിരിയും ഇണവചനങ്ങൾ എന്ന് പറയും, ട്വിൻ വേർഡ്സ് എന്ന് പറയും. അതിനോട് അസോസിയേറ്റ് ആയിട്ട് കുറേ വാക്കുകൾ, വചനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം നമ്മളുടെ ജീവിതത്തിലുള്ള മെൻറ്റേഴ്സ്, നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് നൽകിയിട്ടുള്ള പല കാര്യങ്ങളും, അത്
പൂർണ്ണ ബോധ്യത്തോടെയല്ല നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത്. പലതിനും നമ്മളുടേതായ ഒരു ഭാഷ്യമുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പല പല പ്രശ്നങ്ങളുണ്ട്. ഈ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ അതിജീവിച്ച് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്ന രീതിയിലൊക്കെ ആണെങ്കിലും ചില ബലഹീന സമയങ്ങളിലൊക്കെ നമ്മൾ പുറകോട്ട് വലിക്കപ്പെടുന്നുണ്ട്. അപ്പം അതിന് കാരണം ഇതാണ്, കുട്ടികളായിരിക്കുന്ന സമയത്ത് പൂർണ്ണ നിഷ്കളങ്കതയോടെ എല്ലാം സ്വീകരിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ബൈബിളിൽ യേശുക്രിസ്തു പറയുന്നത്, മത്തായിയുടെ സുവിശേഷം 19:14 18:3 ഒക്കെ പറയുന്നത്, കുട്ടികളെ നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വിടാതിരിക്കരുത്, അല്ലെങ്കിൽ കുട്ടികളെ തടയരുത്. അവരുടെ നിഷ്കളങ്കതയാണ് സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഏറ്റ മാർഗം. ഇല്ലെങ്കിൽ നിങ്ങൾ കുട്ടികളെ പോലെ നിഷ്കളങ്കരാകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ നിങ്ങൾക്ക് പ്രവേശിക്കാൻ സാധിക്കുകയില്ല എന്ന് വളരെ കൃത്യമായി പറയുന്നു. ഇതൊക്കെ നമ്മുടെ കാലഘട്ടത്തിലാണ് കേട്ടോ. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെയൊന്നുമല്ല. നമുക്കറിയാം, ഇന്നത്തെ കാലഘട്ടത്തിലെ കുട്ടികൾ ആൽഫ ജനറേഷൻ അല്ലേ, ജെൻ ആൽഫയിലുള്ള കുട്ടികളാണ്. ഇവർക്കിത് 1 വയസ്സിലും 2 വയസ്സിലും ഒക്കെ പറഞ്ഞാൽ മനസ്സിലാകുമെന്ന് വേണം ധരിക്കാൻ. നമ്മുടെ ആ കാലഘട്ടമൊക്കെ മാറിപ്പോയി. നമ്മൾ സാധാരണ ജെൻ എക്സ് എന്നൊക്കെ പറയുന്ന, ജനറേഷൻ എക്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലാണ്. 65 മുതൽ 80 വയസ്സ് വരെയുള്ള കാലഘട്ടങ്ങളിലാണ്. അതിനുശേഷം മില്ലേനിയൻസ്, പിന്നെ ജെൻ ഇസഡ്, ഇപ്പോഴാണ് ജെൻ ആൽഫ എന്ന് വെച്ചാൽ 2010 മുതൽ 2024 വരെയുള്ള വർഷങ്ങളിൽ ജനിച്ച് ജീവിച്ച കുട്ടികൾ. അപ്പം ഇവരുടെ ബുദ്ധിയുടെ ഇൻ്റലക്ച്വൽ തലം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. നമുക്ക് മനസ്സിലാകത്തില്ല. വളരെ സിമ്പിളാണല്ലോ. മൊബൈലിനെ കുറിച്ച് ചിന്തിച്ചാൽ മതിയല്ലോ. നമ്മൾ എത്ര വിദഗ്ധനാണെങ്കിലും എത്ര വിലയുള്ള മൊബൈൽ മേടിച്ചാലും എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമ്മൾ മക്കൾ ആവശ്യമുണ്ട്, ഇല്ലെങ്കിൽ മക്കളെ പോലുള്ള കുട്ടികൾ ആവശ്യമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ ആ ബുദ്ധി കൂർമ്മതയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇല്ലെങ്കിൽ ഒരുപക്ഷെ ഇന്നത്തെ ഈ ന്യൂ ഡിവൈസസുകളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് കുട്ടികളെ പ്രതിയാണ്, നമ്മളെ പ്രതിയല്ല. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ആകെ ഒന്ന് വിളിക്കാനോ ഒരു വാട്സപ്പിൽ കുത്താനോ, അല്ലെങ്കിൽ നമ്മൾ പറയത്തില്ലേ വെറ്റിലയിൽ ചുണ്ണാമ്പ് തേക്കുന്ന പോലെ ഒന്ന് തേക്കാനോ ഒക്കെ അറിയാമെന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്കൊന്നും നമുക്കതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാകത്തില്ല. നമ്മൾ ഈ മെൻറ്റർഷിപ്പിലേക്ക് നമ്മൾ യേശുവിൻ്റെ ഈ മെൻറ്റർഷിപ്പിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 14:27 ഒരു വാക്ക് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു വചനം വായിക്കുന്നുണ്ട്. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെയല്ല. ഇപ്പം ലോകത്തിലുള്ള ഇന്നത്തെ ഈ സമാധാനത്തിൻ്റെ ഫോർമുലകളൊന്നുമല്ല യേശുക്രിസ്തു തൻ്റെ പിതാവിൽ നിന്ന് സമാധാനത്തിൻ്റെ തലത്തിലൂടെ നൽകുന്നത്. അതിനൊത്തിരി വ്യത്യാസങ്ങളുണ്ട്. അപ്പം ഈ വ്യത്യാസത്തെയാണ് നമ്മൾ ആധ്യാത്മികം, ഭൗതികം എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നത്. ഇത് തമ്മിലുള്ള ഗ്യാപ്പ് ഒരിക്കലും നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ വിചാരിക്കും ഇത് രണ്ടാണ് അല്ലേ, ആധ്യാത്മിക ഭാവവും ഭൗതികവും എല്ലാം സെപ്പറേറ്റ് ആണ്. ഭൗതികന് ആത്മീയനാകാൻ പറ്റത്തില്ല, ആത്മീയന് ഭൗതികന, ഇങ്ങനെയൊന്നുമല്ല. ഒരു തുണിയുടെ ഊടും പാവും, 2 നൂലുകളുടെ ഊടും പാവും പോലെ തന്നെ ഇത് തമ്മിൽ ചേർന്ന് കിടക്കുന്നത്. വൈവാഹികം അല്ലെങ്കിൽ വിവാഹം എന്നുള്ള തലത്തിലൊന്നുമല്ല. ആധ്യാത്മികം, ഭൗതികം എന്ന് പറയുമ്പോൾ ഇത് രണ്ടും കൂടെ ചേർന്നിട്ടാണ് സത്യത്തിലൊരു ജീവന്റെ അസ്തിത്വം നിലനിൽക്കുന്നത്. പക്ഷെ ഇത് നമുക്ക്, അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എന്നെപ്പോലെ തന്നെ എൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കണമെന്ന് കർത്താവ് പറയുന്നു. എന്നെപ്പോലെ തന്നെ എൻ്റെ അയൽക്കാരനെ എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം നമ്മളെ അറിയട്ടെ. നമ്മളെ അറിഞ്ഞ് നമ്മൾ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന കണ്ടെയ്നർ എന്താണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞിട്ട് വേണം നമ്മൾ പിന്നോട്ട് മാറാൻ. നമുക്കറിയാം നമ്മുടെ റേഞ്ച് എന്താണ്. ഓരോ വ്യക്തികളുമായിട്ട് സമീപിക്കുമ്പോൾ, പ്രത്യേകിച്ച് നമ്മളുടെ കുടുംബ അന്തരീക്ഷത്തിൽ തന്നെ നമുക്കറിയാം ആ റേഞ്ചുകൾക്ക് ഒത്തിരി മാറ്റം വരാം. ചുറ്റും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന വ്യക്തികളുടെ രീതികൾക്കനുസരിച്ച് പെട്ടെന്ന് സ്വിച്ച് ഓവർ ചെയ്യുന്ന ഒരു മൈൻഡാണ് നമുക്കുള്ളത്. അപ്പോൾ ഈ പേഴ്സണാലിറ്റി ട്രൈറ്റ്സിനെ നമ്മൾ മാറ്റണം. നമ്മൾ ടി ഒക്കെ പഠിക്കുമ്പോൾ 3 പേഴ്സണാലിറ്റി ട്രൈറ്റ്സ്, 3 ഈഗോ സ്റ്റേറ്റ്സ് എന്ന് പറയും. ഇനിയാഗ്രാം പഠിക്കുമ്പോൾ 9 തരത്തിലാണെന്ന് പറയും. അപ്പോൾ ഈ ട്രൈറ്റ്സിനെ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് വേണം നമ്മുടെ അടുത്ത് നിൽക്കുന്ന വ്യക്തിയുമായിട്ടുള്ള ആ കണക്ടിവിറ്റി നമ്മൾ മനസ്സിലാക്കാൻ. ഇപ്പം ഇവിടെ യേശുക്രിസ്തു വിഭാവനം ചെയ്യുന്ന ഈ പറയുന്ന ഒരു മെൻറ്റർഷിപ്പ് നമ്മളിലേക്ക് എത്തണമെങ്കിൽ അതിൻ്റെ ആദ്യത്തെ പടിയെന്ന് പറയുന്നത് സ്നേഹമാണ്, ലവ് ആണ്, അൺകണ്ടീഷണൽ ലവ് ആണ്. നമ്മളെ സംബന്ധിച്ചുള്ളത് അത് പ്രായോഗികമല്ല എന്ന് വേണേൽ പറയാം. കണ്ടീഷണൽ ആയിട്ടുള്ള ഒരു തലമാണ് നമുക്കുള്ളൂ. ഇങ്ങോട്ട് തന്നാൽ ഓക്കെ അല്ലേ, ഇങ്ങോട്ട് കൂടുതൽ തന്നാൽ കുറച്ചെങ്കിലും അങ്ങോട്ട് തരാം എന്നൊക്കെ പറയുന്ന ഒരു ലെവലിൽ നിന്ന് വിട്ട ഒരു അൺകണ്ടീഷണൽ ലവിൻ്റെ ആ ഫോർമുലയൊന്നും നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ബൈബിളിൽ വളരെ കൃത്യമായിട്ട് ആ സ്നേഹത്തിൻ്റെ ഡെഫിനിഷൻ പറയുന്നുണ്ട്. അത് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അത് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. 14 ഡയമെൻഷനിലാണ് അത് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിൻ്റെ വാക്കുകളൊന്ന് നമുക്കൊന്ന് നോക്കാം.
ഇങ്ങനെയാണ് 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 7 വരെ, അല്ലെങ്കിൽ 7 വരെയുള്ള വാക്യങ്ങൾ. ഈ വാക്യങ്ങളിൽ എന്താണ് ഈ അൺകണ്ടീഷണൽ ലവ് എന്ന് വളരെ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഈ വാക്കുകൾ 4 മുതൽ 7 വരെയുള്ള വാക്കുകൾ വായിക്കുമ്പോൾ സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. 14 പോയിന്റുകൾ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പം ഈ 14 പോയിന്റിലും കൃത്യമായിട്ട് നമ്മൾ മൂവ് ചെയ്യുമ്പോഴാണ് ഈ സ്നേഹം എന്ന് പറയുന്ന ആ ഫോർമുല, യേശുക്രിസ്തുവിൻ്റെ ആ ഫോർമുലയുടെ ഒരു ഡെഫിനിഷൻ കൃത്യമായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇത് കിട്ടണമെങ്കിൽ ഈ സ്നേഹത്തിന് പകരം ഈ സ്നേഹം എന്ന വാക്കുകൾ ഉപയോഗിക്കുന്നിടത്തൊക്കെ നമ്മുടെ പേരുകൾ അവിടെ കൊടുക്കണം. ഇപ്പം ഞാൻ എൻ്റെ പേര് കൊടുക്കുമ്പോൾ സാബു ദീർഘമായി ക്ഷമിക്കുന്നു, സാബു ദീർഘമായി ദയ കാണിക്കുന്നു, അല്ലെങ്കിൽ സാബു ദയ കാണിക്കുന്നു, സാബു സ്പർദ്ധിക്കുന്നില്ല. ഇങ്ങനെ നമ്മളുടെ പേര് ഈ ഓരോ വേർഡിനോടും ചേർത്ത് നമ്മൾ വായിക്കുമ്പോൾ ഇത് കേൾക്കുന്ന ഏതൊരു വ്യക്തിക്കും ചിരി വരും. കാരണം ഇതിൽ ഈ 14 പോയിന്റിൽ ഒരു പോയിന്റ് പോലും നമ്മളെ സംബന്ധിച്ചോളം ക്ലിയർ ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. അപ്പം അത്ര കോംപ്ലക്സ് ആയിട്ടുള്ള ആ ഒരു ടൈറ്റിലാണ് നമ്മൾ സ്നേഹം, അൺകണ്ടീഷണൽ ലവ് എന്ന തലത്തിൽ ബൈബിൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പം ഈ 2 വാക്യങ്ങൾ 4, 5, 6, 7 ഈ 4 വാക്യങ്ങളിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഡെഫിനിഷനാണ് സ്നേഹത്തിലൂടെ ഇതാണ് അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ എങ്ങനെ പോയാലും 1 മാർക്ക് പോലും നമുക്ക് കിട്ടാനുള്ള സാധ്യതകളില്ല. അപ്പം ഇത്രമാത്രം ബലഹീനാവസ്ഥയിലാണ് നമ്മൾ ഈ സ്നേഹത്തെ കൊണ്ട് നടക്കുന്നത്. ഇതൊട്ടും നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ എങ്കിലും നമ്മൾ സ്നേഹത്തിൻ്റെ വക്താക്കളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നു എന്നാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പം ഈ സ്നേഹത്തെ ഇത്രമാത്രം ബുദ്ധിമുട്ടോടുകൂടി എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യത്തെക്കുറിച്ച് യേശുക്രിസ്തു പറയുന്നുണ്ട്. അത് മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 45-ാമത്തെ വാക്യം. ഈ വാക്യത്തിൽ വളരെ കൃത്യമായിട്ട് യേശുക്രിസ്തു പറയുന്നത്, മനുഷ്യപുത്രൻ ശുശ്രൂഷിപ്പാനല്ല, ശുശ്രൂഷിക്കാനും, ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി ജീവന്റെ മറുവില കൊടുക്കാനും അത്രേ. അപ്പം ഈ ഒരു വാക്യം നമ്മൾ നമ്മുടെ ലൈഫുമായിട്ടൊന്ന് ചേർത്ത് വയ്ക്കുവാണെങ്കിൽ ഒരു അൺകണ്ടീഷണൽ സ്റ്റേറ്റിലേക്ക് നമ്മൾ പോകാതെ നമ്മളെ കൊണ്ടാകാവുന്ന രീതിയിലുള്ള ഒരു സർവീസ് നമുക്ക് സോഷ്യലി കൊടുക്കാൻ സാധിക്കും. ചുറ്റുപാടുകൾക്ക്, നമ്മളല്ലാതെ ചുറ്റുമുള്ള വ്യക്തികൾക്ക് കൃത്യമായിട്ടൊരു സോഷ്യൽ സർവീസ് അല്ലെങ്കിൽ ഒരു സർവീസ് നമുക്ക് കൊടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പം ഈ സാഹചര്യത്തെ കൃത്യമായിട്ട് നമുക്ക് ഇപ്പം നമ്മുടെ ജീവിതത്തിലെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ സമൂഹത്തിന് ഗുണകരമായ ഒരു നല്ല അടയാളമായി നമുക്ക് മാറാൻ സാധിക്കും, അല്ലേ? തീർച്ചയായിട്ടും ഒരു ലാൻഡ് മാർക്കായി, മറ്റുള്ളവർക്ക് പ്രയോജനകരമായി. തീർച്ചയായിട്ടും നമുക്ക് ഏറ്റവും സന്തോഷം വരുന്ന ഒരു അനുഭവം എന്ന് പറയുന്നത് മറ്റുള്ളവരെ സഹായിക്കുമ്പോഴാണ്, മറ്റുള്ളവരെ കരുതുമ്പോഴാണ്. അത് സന്തോഷം കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ അത് തീർച്ചയായിട്ടും അവർക്കും അത് ഗുണകരമായി മാറും. ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നതിന് മുമ്പ് ഇതുപോലുള്ള ചില ലാൻഡ് മാർക്കുകൾ ചേർത്ത് വെച്ചുകൊണ്ട് ജീവിക്കാനും മാറിപ്പോകാനുമൊക്കെ ഉള്ളൊരു സാധ്യത. നമ്മൾ സ്നേഹത്തിൻ്റെ ഡെഫിനിഷൻ പോലെ ഒരു അൺകണ്ടീഷണൽ പാറ്റേൺ ഒന്നും ഇതിനില്ല. ഇത് കണ്ടീഷണലാണ്. നമുക്ക് കൊടുത്താൽ കിട്ടിയാൽ ഒക്കെ ഓക്കെയാണ്. കാരണം സർവീസാണ്. സർവീസിന് നമുക്ക് അതിൻ്റേതായ ഒരു സിനർജി ഉണ്ട്, ഒരു പരസ്പര പൂരകത്വം. ചിലപ്പോൾ 1, 2 ഇപ്പോൾ ഒരു വൈവാഹിക ബന്ധം എന്ന് പറയുമ്പോൾ തന്നെ രണ്ടുപേരും തമ്മിൽ പൂരകങ്ങളായി നിന്നാൽ മാത്രമേ അതിൻ്റെ അകത്ത് ആ സിനർജി നമുക്ക് കൃത്യമായിട്ട് ലഭിക്കത്തുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ഈ ഭാഗം, ഞാൻ ശുശ്രൂഷിക്കപ്പെടുവാനല്ല, പക്ഷെ ഞാൻ സെർവ് ചെയ്യാനാണ് വന്നിരിക്കുന്നത് എന്ന് പറയുന്ന ആ ഭാഗം തീർച്ചയായിട്ടും ഒരു സൈക്കോളജിക്കൽ തലത്തിൽ നിന്നുകൊണ്ട് ഒരു മെൻറ്റർഷിപ്പിലേക്ക് നമുക്ക് കൃത്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇതുപോലെ തന്നെ യേശുക്രിസ്തുവിനെ മനസ്സിലാക്കാൻ വേണ്ടി സൈക്കോളജിക്കലി നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്കൊരു 6 തരം വികാരങ്ങളാണ് നമുക്കുള്ളത്. ഇമോഷൻസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുമ്പോൾ 6 എണ്ണമുണ്ട്. അതിൽ ഒന്നാമത്തത് ഹാപ്പിനെസ് ആണ്. ഹാപ്പിനെസ് തീർച്ചയായിട്ടും എല്ലാവർക്കും അനുഭവമുള്ളതാണ്. ബൈബിൾ വായിക്കുമ്പോൾ ഇഷ്ടംപോലെ ഹാപ്പിനെസ്സിൻ്റെ അനുഭവങ്ങൾ, വ്യത്യസ്തമായ അനുഭവങ്ങളുണ്ട്. പക്ഷേ ഹാപ്പിനെസ്സിന് ഒരു പ്രോബ്ലം ഉണ്ട്. പെട്ടെന്ന് നമ്മൾ ബോറടിക്കും. എപ്പോഴും നമുക്ക് ആ ഹാപ്പിനെസ് സ്റ്റേറ്റിൽ നിൽക്കാൻ പറ്റത്തില്ല.
എപ്പോഴും നമ്മൾ പുതിയ പുതിയ ഹാപ്പിനെസ്സിലേക്ക് തേടിക്കൊണ്ടിരിക്കും. അതേസമയം സാഡ്നെസ് ആണെങ്കിൽ വേണമെങ്കിൽ 1, 2, 3 വേണമെങ്കിൽ ഒരാഴ്ച വരെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ആ സാഡ്നെസ്സിന് ഇങ്ങനെ ചുരുണ്ടുകൂടി കിടക്കാം. അതിന് പിന്നെ ഡിപ്രഷൻ എന്നൊക്കെ നമ്മൾ സൈക്കോളജിക്കൽ ഭാഷയിൽ വിളിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിലൂടെ ചേർന്ന് ഇരിക്കാൻ ഒരു പ്രത്യേക സുഖമുണ്ട് എന്നാണ്, ഒരു കംഫർട്ട് ഇതിനകത്ത് തരുന്നുണ്ട്. ഒരു കംഫർട്ട് സോണിലേക്ക് നമ്മൾ, പക്ഷേ ഹാപ്പിനെസ് അങ്ങനെയല്ല. ഒരു രീതിയിലും ഒരു പർട്ടിക്കുലർ സമയത്തിനുള്ളിൽ നമ്മൾ അടുത്ത ഒരു ഹാപ്പിനെസ്സിലേക്ക് തേടി പോകും, അല്ലെങ്കിൽ അതിൻ്റെ ഹയർ ആയിട്ടുള്ള ഒരു ഇൻഡെക്സിലേക്ക് നമ്മൾ മാറിപ്പോകുന്നതുകൊണ്ട് ഹാപ്പിനെസ് എപ്പോഴും നമുക്ക് ബോറിങ് ആകാൻ സാധ്യതയുണ്ട്. ഹാപ്പിനെസ് ആണ് കിട്ടും, അതിനുശേഷം പെട്ടെന്ന് ഒരു ബോറിങ് സ്റ്റേറ്റിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ സാഹചര്യങ്ങൾ, ഇപ്പം നമ്മൾ പറഞ്ഞ ഈ വികാരങ്ങൾ, ഹാപ്പിനെസ് തീർച്ചയായിട്ടും ഉണ്ട്. ദെൻ ആങ്കർ എന്ന തലം നോക്കുമ്പോൾ നമ്മളെല്ലാവരും ദേഷ്യപ്പെടാറുണ്ടല്ലേ. ദേഷ്യം നമ്മുടെ ഒരു എന്താ പറയുക, ജന്മ അനുഭവമാണ് എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു മുദ്രാവാക്യമായിട്ടൊക്കെ നമ്മൾ കൊണ്ടു നടക്കുന്നതാണ്. യേശുവും 4 പ്രാവശ്യം ദേഷ്യപ്പെടുന്നതായിട്ട് ബൈബിളിൽ കാണുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ ഭാഗം മത്തായിയുടെ സുവിശേഷം 3:4 ഒരു ശബത്ത് ദിവസം എന്ന് വെച്ചാൽ ഞായറാഴ്ചകളിൽ രക്ഷിക്കുന്നതാണോ ശിക്ഷിക്കുന്നതാണോ, അല്ലെങ്കിൽ ഒരു കിണറ്റിൽ പോകുന്ന ഒരു ജീവിയെ രക്ഷപ്പെടുത്തുന്നത് ശരിയാണോ എന്നൊക്കെ ശിഷ്യന്മാർ ചോദിക്കുമ്പോൾ അതിനെ ദേഷ്യത്തോടു കൂടി ഉപദേശിക്കുന്ന ഒരു ഭാഗമുണ്ട്. അതുപോലെ മത്തായിയുടെ സുവിശേഷം 19:4 കുട്ടികൾ എൻ്റെ അടുത്തേക്ക് വിടുവിൻ, അവരെ തടയരുത് എന്ന് പറയുന്നതും ശിഷ്യന്മാരോട് സ്വല്പം ദേഷ്യഭാവത്തിൽ പറയുന്നതായിട്ടാണ് വചനം കാണിക്കുന്നത്. അതുപോലെ ദേവാലയവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ശുദ്ധീകരണ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന കച്ചവടക്കാരെയൊക്കെ ഒഴിപ്പിക്കുന്ന സമയത്ത് യോഹന്നാൻ്റെ 2-ാം അധ്യായത്തിൽ വളരെ കൃത്യമായിട്ട് ദേഷ്യപ്പെടുന്നു, വളരെ അസാധാരണമായ രീതിയിൽ ദേഷ്യപ്പെടുന്ന യേശുവിനെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഒരു രോഗി സൗഖ്യമാകുന്ന അവസരത്തിൽ നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് ചോദിക്കുന്ന ചില രംഗങ്ങളുമുണ്ട്. അപ്പോൾ ഇവിടെയെല്ലാം ഈ ദേഷ്യത്തെയൊക്കെ വളരെ കൃത്യമായിട്ട് നമ്മുടെ ജീവിതവുമായിട്ട് ചേർത്ത് വെച്ച് പരിശോധിച്ചാൽ നമ്മൾ ദേഷ്യപ്പെടുന്നതിനൊന്നും വലിയ മീനിങ് ഇല്ല എന്നുള്ളതാണ് സത്യം. കാര്യത്തിനും അകാരണത്തിനും ഒക്കെ നമ്മൾ ദേഷ്യപ്പെടും. അത് നമ്മളുടെ ഒരു ഇൻബോൺ ഒരു സ്റ്റൈൽ. നമ്മൾ ആദ്യം പറഞ്ഞു 6 വയസ്സിന് താഴെയുള്ള കുട്ടിക്കാലത്തെ ചില അനുഭവങ്ങളും കൂടെ അതിൻ്റെ കൂടെ ദേഷ്യം വരുമ്പോൾ നമ്മൾ അറിയാതെ മറ്റൊരു സ്റ്റേറ്റിലേക്ക് മാറി അപ്പോൾ നമുക്ക് കിട്ടുന്ന ചില പ്രോഗ്രാമിലൂടെ നമ്മൾ വർക്ക് ചെയ്യുക ചെയ്യുന്നത്. അത് പലപ്പോഴും നല്ലതല്ല. അതുപോലെ തന്നെ ഫിയർ മറ്റൊരു ഇമോഷനാണ്. ഫിയർ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഫിയറിൻ്റെ സാധ്യതയാണ്, അല്ലേ. ആങ്സൈറ്റി എന്നുള്ള സൈക്കോളജിക്കൽ നെയിമിലാണ് അത് അറിയപ്പെടുന്നത്. ഫിയർ, ഫോബിയ എന്നൊക്കെ നമ്മൾ പറയും. അപ്പം ഫിയർ എന്ന് പറയുന്നതും യേശുക്രിസ്തുവുമായിട്ട് ബന്ധത്തിൽ ഒരു സ്ഥലത്തും കാണുന്നില്ല. അതിനൊരു കാരണം പറയുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 19:11 കർത്താവിൻ്റെ യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവ കാലത്ത്, ശിക്ഷയുടെ കാലത്ത് കൃത്യമായിട്ട് പറയുന്ന, മേലിൽ നിന്ന് കിട്ടിയിട്ടില്ല എങ്കിൽ എൻ്റെ മേൽ നിനക്കൊരു അധികാരവും ഉണ്ടാകുകയില്ല എന്ന് പറയുന്നൊരു വാക്യം. അതിൽ നിന്ന് തന്നെ മനസ്സിലാകാം പിതാവിൻ്റെ ഇഷ്ടം പരിപാലിക്കാൻ ചെയ്യാൻ വേണ്ടി മാത്രം, എന്ന് വെച്ചാൽ വ്യക്തമായ ലക്ഷ്യത്തോടു കൂടിയാണ് യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത് എന്നുള്ള ഒരു ധ്വനി അവിടെ കൃത്യമായിട്ട് കാണിക്കുന്നത്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ലക്ഷ്യം എന്താണ്? നമുക്കൊരു ലക്ഷ്യവുമില്ല. ലക്ഷ്യമില്ലാത്തതുകൊണ്ട് നമ്മളെപ്പോഴും ഫിയറിൻ്റെ സാധ്യതയിലാണ്, അല്ലേ. ഓരോ നിമിഷവും മരണം എന്ന് പറയുന്ന ഒരു വലിയ ഫിയറാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്നത്. എന്ത് സംഭവിക്കും, എങ്ങനെ സംഭവിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പം ഇവിടെ ഈ ഫിയറിനെ കുറിച്ചും യേശുവിൻ്റെ രീതിയിൽ, അതുപോലെ ഡിസ്ഗസ്റ്റ്, വെറുപ്പിൻ്റെ ഒരു ഭാവം പോലും നമുക്കറിയാം. യൂദാസ് കറിയോത്ത് എന്ന് പറയുന്ന ഒരു ശിഷ്യനാണ് അദ്ദേഹത്തെ അവസാനം ഒറ്റിക്കൊടുക്കുന്നത്. വളരെ സാധാരണക്കാരനെ പോലെ, അല്ലെങ്കിൽ ശിഷ്യന്മാരിൽ നിന്ന് വേർതിരിച്ച് കണ്ടെത്താൻ പറ്റാത്തത് കൊണ്ട് കവിളിൽ ചുംബിച്ചുകൊണ്ടാണ് യൂദാസ് കറിയോത്ത് കൃത്യമായിട്ട് യേശുവിനെ കാണിച്ചു കൊടുക്കുന്നത്. അത്രമാത്രം സിമ്പിളായ ഒരു രീതി, പ്രത്യേകിച്ച് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ. അതേസമയം ഇന്നത്തെ നമ്മുടെ ആത്മീയ രീതികളൊക്കെ നോക്കൂ, അവിടെ എല്ലാം ഭയങ്കര വ്യത്യസ്തമാണ്. പെട്ടെന്ന് എടുത്ത് അറിയുന്ന രീതിയിലുള്ള ഭാവങ്ങൾ അവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എല്ലാം സംഭവിക്കുന്നത് ഈ പറയുന്ന സ്വഭാവ ഗുണങ്ങൾ, അല്ലെങ്കിൽ ഈ പറയുന്ന ഇമോഷൻസ്. മറ്റൊരു ഇമോഷൻസ് എന്ന് പറയുന്നത് സാഡ്നെസ് ആണ്. സാഡ്നെസ് കൃത്യമായിട്ട് പ്രകടിപ്പിക്കുന്ന ഒത്തിരി രംഗങ്ങളുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 11:35 ജീസസ് വെപ്റ്റ്, യേശു കരഞ്ഞു എന്ന് എഴുതിയിട്ടുണ്ട്. കാരണം വളരെ കൃത്യമാണ്. ലാസറിൻ്റെ, അല്ലെങ്കിൽ മറിയയുടെ ഭവനത്തിൽ ലാസർ മരിച്ചു കിടക്കുന്ന അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ ബന്ധു കൂടിയായ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ഒരു സങ്കടമാണ്. പക്ഷേ നമ്മൾ അങ്ങനെ സങ്കടം കാണിക്കാറ്, പ്രത്യേകിച്ച് പുരുഷന്മാർ ഈ സങ്കടം ഇങ്ങനെ കാണിക്കാറുണ്ടോ? ഒരിക്കലുമില്ല. അത് നമ്മൾ മാക്സിമം സപ്രസ് ചെയ്യും. ശരിക്കും ഇങ്ങനെയുള്ള ഇമോഷൻസിനെ കൃത്യമായിട്ട് വെന്റിലേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അതൊരു സൈക്കോളജിക്കൽ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ കൃത്യമായിട്ടത് വെന്റിലേറ്റ് ചെയ്യാൻ സാധിക്കണം. അവിടെ നമ്മൾ പലപ്പോഴും ഞാനാണല്ലേ,
ഞങ്ങളങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നുള്ള നമ്മളെ പഴയ കുട്ടിക്കാലത്ത് കിട്ടിയ ആ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. ഇതുപോലെ തന്നെ നമ്മളെ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന കുറേ വാക്കുകളുണ്ട്. ഐ ഡോ ഐ ഡോണ്ട് നോ, എനിക്കറിയത്തില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ പറയുന്നത് ഐ എം സോറി. പല കാര്യങ്ങളും നമ്മൾ ചെയ്യും, എന്നിട്ട് നമ്മൾ ഐ എം സോറി എന്ന് പറയും. പലപ്പോഴും നമ്മൾ പറഞ്ഞില്ലെങ്കിൽ മനസ്സിലെങ്കിലും പറയും ഐ എം സോറി, ചെയ്ത് തെറ്റായിപ്പോയല്ലോ, മോശമായിപ്പോയല്ലോ, ഒരു ഗിൽട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ ഐ എം റോങ്, പറയുന്നതിന് ഒരു മടിയില്ല, ഞാൻ തെറ്റിപ്പോയി, ഞാൻ തെറ്റായി. അതുപോലെ ഐ നീഡ് ഹെൽപ്പ്, എന്നെ ആരും സ്നേഹിക്കാനില്ല, നോബഡി ലവ്സ് മീ. ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ കൂടെ കൂടെ നമ്മൾ നമ്മുടെ ലൈഫിൽ എപ്പോഴും ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഇതെല്ലാം യേശുക്രിസ്തുവിൻ്റെ ആ മനുഷ്യ അവതാര കാലത്ത് ഇങ്ങനെയുള്ള യാതൊരുവിധ ഇമോഷണൽ പ്രോബ്ലംസും യേശുവിൽ നിന്ന് കാണാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ആ ബെസ്റ്റ് കൗൺസിലിലൂടെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഫലം. അതുപോലെ പല സ്ഥലങ്ങളിലും മൗനമായിരിക്കുന്നതായി കണ്ടു. പ്രത്യേകിച്ച് മത്തായിയുടെ സുവിശേഷം 26:63 ജീസസ് വാസ് സൈലന്റ്. അത് ആ കുറ്റം ആരോപിച്ച് ക്രൂശ് മരണത്തിലേക്ക് പോകുന്ന ആ സമയത്തിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വളരെ കൃത്യമായിട്ടുള്ള ഒരു ഭാഗം അവിടെ സൈലന്റ്, ഒരു ശാന്തത, മിതത്വം. ഇപ്പം ഇതെല്ലാം ക്രിസ്തുമസിൻ്റെ ഈ സന്ദേശങ്ങൾ ഇപ്പം ഞാൻ ഇതുമായിട്ട് വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ ഈ പുതുകാലത്ത് ബൈബിൾ വായിക്കുമ്പോൾ കിട്ടുന്ന അതേ അനുഭവങ്ങളോടുകൂടി നമ്മൾ പല കാര്യങ്ങളും തിരിച്ചറിഞ്ഞ് ഒരു നല്ല മെൻഡർ എന്ന നിലയിൽ, ഒരു ഉപദേശകൻ എന്ന നിലയിൽ, ഒരു മാതൃക എന്ന നിലയിലൊക്കെ ഒത്തിരി കാര്യങ്ങൾ ബൈബിളിൽ നമുക്ക് കണ്ട് മുന്നോട്ട് പഠിക്കാനുള്ള അവസരങ്ങളുണ്ട്. അതുപോലെ ഹോൾ എൽറോഡ് എന്ന് പറയുന്ന പ്രശസ്തനായ ഒരു എഴുത്തുകാരൻ, ആ ബുക്കിൻ്റെ പേര് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മിറക്കിൾ മോർണിംഗ്. മിറക്കിൾ മോർണിംഗ് എന്ന് പറയുന്ന ആ പുസ്തകം, അതിൻ്റെ അകത്തൊരു 6 സേവേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. 6 സേവേഴ്സ് എന്ന് വെച്ചാൽ SAVERS, ഒരു അക്രോണിമാണ്. ആ ചുരുക്കപ്പേരിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി നല്ല കാര്യങ്ങൾ അതിൻ്റെ അകത്ത് നിന്ന് കിട്ടും. ഓരോ ദിവസത്തിലും രാവിലെ തന്നെ പറ്റുമെങ്കിൽ 10 മിനിറ്റ് നേരം ഈ സേവേഴ്സിന് വേണ്ടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ സേവർ SAVERS, അതിൽ എസ് എന്ന് വെച്ചാൽ സൈലൻസ് ആണ്, ശാന്തത. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഏറ്റവും പ്രതിസന്ധി ഘട്ടത്തിൽ പോലും യേശുക്രിസ്തു ശാന്തനായിരിക്കുന്നു. നീ ആരാണ്, നീ എവിടെ നിന്ന് വരുന്നു എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് വളരെ ശാന്തനായി. കാരണം അവിടെ ഒരു ഫിയറിൻ്റെ ആവശ്യമില്ല. കാരണം എന്തിനാണ് ഇവിടെ വന്നതെന്ന് ആ ലക്ഷ്യം വളരെ കൃത്യമാണ്. എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ. ആദ്യം പറഞ്ഞ പോലെ ഞാൻ ശുശ്രൂഷ ഏറ്റുവാങ്ങാൻ വന്നവനല്ല, ഞാൻ ശുശ്രൂഷിക്കുവാനും അനേകരുടെ ജീവിതത്തിന് മറുവിലയായി നൽകപ്പെടുവാൻ വന്നവനാണ് എന്നുള്ള ഉറച്ച ഒരു തീരുമാനം നമുക്ക് അവിടെ പ്രകടമാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നോക്കുമ്പോൾ ആ വ്യക്തമായ തീരുമാനം, ലക്ഷ്യം, നമ്മൾ 2025 കടന്നു വരിക. ഈ സമയത്ത് തീർച്ചയായും നമുക്കൊരു ലക്ഷ്യമാണ് വേണ്ടത്. ലക്ഷ്യമില്ലാത്ത ജീവിതം അല്ലേ, അത് ഒട്ടും ക്രിയാത്മകമല്ല. അപ്പോൾ ആ ലക്ഷ്യത്തിലേക്ക് അടുക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ. അങ്ങനെ ഒരു പോയിന്റാണ് ആദ്യത്തെ സൈലൻസ്, 10 മിനിറ്റ് സൈലൻസ്. സെവേഴ്സിൻ്റെ രണ്ടാമത്തെ വാക്ക് A ആണ്, SA, അഫർമേഷൻ. നമ്മുടെ ഉപബോധ മനസ്സിനെ കൂടുതൽ പവർഫുള്ളായിട്ട് നിർത്താൻ. നമുക്കറിയാം കുട്ടികളുടെ അവസ്ഥ നമ്മൾ പ്രത്യേകം കണ്ടിരുന്നു. നിഷ്കളങ്കരാണ്, അവർക്കൊരു ബോധ മനസ്സില്ല. നമുക്കെല്ലാവരും ബോധ മനസ്സുണ്ട്. ബോധമനസ്സിൻ്റെ ശക്തി കൂടുന്തോറും മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു വിപത്തായി മാറുകയാണ്. അല്ലെങ്കിൽ ഒരു ശാന്തതയുടെ കർത്താവ് അല്ലെങ്കിൽ യേശുക്രിസ്തു നൽകുന്ന ആ സമാധാനം സ്വീകരിക്കാൻ സാധിക്കാതെ ലോകത്തിൻ്റെ സമാധാനവുമായി ചേർന്ന് പോകുന്ന ഒരു സ്വഭാവം. അപ്പം ഇതിനെ നമ്മൾ കൃത്യമായി ശാന്തതയിലേക്ക്, സൈലൻസിലേക്ക് വന്നിട്ട് പിന്നെ ആ സൈലന്റ് മൈൻഡിനെ കൃത്യമായിട്ട് അഫർമേഷൻസിലൂടെ നമുക്ക് ഡെവലപ്പ് ചെയ്യാം. അപ്പോൾ നല്ല അഫർമേഷൻസ് കൊടുക്കുക. ഐ ആം ഹെൽത്തി, ഐ ആം ഗ്രേറ്റ്, ഐ ആം കോൺഫിഡൻറ്റ്, ഇങ്ങനെ പറയുന്ന അഫർമേഷൻസ്, ഒരു 10 അഫർമേഷൻസ് നമ്മുടെ മിറക്കിൾ മോർണിംഗിലാക്കാൻ വേണ്ടി. അതുപോലെ തന്നെ വിഷ്വലൈസേഷൻ, നമ്മുടെ ലക്ഷ്യത്തെ കൃത്യമായിട്ട് മുന്നിൽ കാണുക, ലക്ഷ്യത്തിന് വേണ്ടിയുള്ളൊരു അധ്വാനം, അതൊരു ദൃശ്യവൽക്കരണം എന്ന് പറയും. ഈ ദൃശ്യവൽക്കരണത്തിലൂടെ അതിന് കുറേ സയൻറ്റിഫിക് ആയിട്ടുള്ള ബ്രെയിനിനെ ബേസ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്, കുറേ പ്രോസസ് സ്റ്റെപ്പുകളുണ്ട്. അപ്പോൾ ഇതെല്ലാം കൃത്യമായിട്ട് നമ്മുടെ ലക്ഷ്യം സാധിക്കുന്നതിനേക്ക് എളുപ്പമാർഗമാണ്, ഒരു എളുപ്പ വഴി, ശരിക്കും പറഞ്ഞ ഒരു വഴി വെട്ടുകയാണ് വിഷ്വലൈസേഷൻ ചെയ്യുന്നത്. നമ്മൾ സാധാരണ നടന്നു പോകുന്ന വഴി എപ്പോഴും വഴിയായിട്ട് തെളിഞ്ഞു നിൽക്കും. അങ്ങനെ ഒരു വഴി നമ്മുടെ ബ്രെയിനിൽ ഇമാജിനറി ആയിട്ട്, നമ്മൾ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്നൊക്കെ കേൾക്കുന്ന രീതിയിൽ വെട്ടി വെളുപ്പിക്കുന്നതിനാണ്. സത്യത്തിൽ അത് പ്രായോഗിക തലത്തിലല്ല, ഇമാജിനറി തലത്തിൽ സത്യത്തിൽ നമ്മൾ ബ്രെയിനെ കളിപ്പിച്ചുകൊണ്ട്
കബളിപ്പിച്ചുകൊണ്ട് ഒരു വഴി വെട്ടി നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ഒരു എളുപ്പമാർഗം ഉണ്ടാക്കിയാണ് വിഷ്വലൈസർ. ആസ് യൂഷ്വൽ എക്സസൈസ്, സേവേഴ്സിൻ്റെ 4ാമത്തെ ഭാഗം ഈ എക്സസൈസ് 10 മിനിറ്റ് നേരം. ഇതൊക്കെ മിനിമം ആണ് കേട്ടോ, ഇതിൽ കൂടുതലാകാം. അതുപോലെ അടുത്ത വാക്ക് 6 റീഡിങ്, വായിക്കുക, നല്ല കാര്യങ്ങൾ വായിക്കുക, ഉച്ചത്തിൽ വായിക്കുക. ഉച്ചത്തിൽ വായിക്കുമ്പം നമുക്ക് പറയാം, നമ്മൾ ഉച്ചത്തിൽ വായിക്കുന്നതെല്ലാം നമ്മുടെ ചെവികളിലൂടെ അത് നമ്മുടെ ഉപബോധ മനസ്സ് കൃത്യമായിട്ട് സ്വീകരിക്കുന്നുണ്ട്. പഠിക്കാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗം ഉച്ചത്തിൽ വായിക്കുക എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? കൂടുതൽ ഉച്ചത്തിൽ വായിക്കൂ. അപ്പം നമ്മൾക്ക് നമ്മുടെ മെമ്മറിയുടെ പല തലങ്ങളിൽ അത് കൃത്യമായി ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന്. ഫൈനലി ഇറ്റ് ഇസ് സ്ക്രൈബിങ്. സ്ക്രൈബിങ് മീൻസ് റൈറ്റിംഗ്, എഴുതുക. അപ്പോൾ ഇവിടെ ഒരു 6 പ്രിൻസിപ്പിൾസ് ആണ് പറയുന്നത്. ആദ്യത്തെ സൈലൻസ് ആണ്, അഫർമേഷൻ ആണ്, വിഷ്വലൈസേഷൻ ആണ്, എക്സസൈസ്, റീഡിങ് ആൻഡ് സ്ക്രൈബിങ്. ഇതാണ് പുതുവർഷത്തിൽ ശാന്തതയുടെ, സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ ഈ അന്തരീക്ഷത്തിൽ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് പുതുക്കാൻ ഉപയോഗിക്കുന്ന ഒരു മന്ത്രമായി ഉപയോഗിക്കാം. അതോടൊപ്പം യേശുക്രിസ്തു നമുക്ക് നൽകിയിരിക്കുന്ന ഈ ചെറിയ അറിവുകൾ, പക്ഷെ അറിവുകളെ വലുതാക്കി മാറ്റാനുള്ള ഒരു ബുദ്ധിയും വൈഭവവും എല്ലാം നമുക്കുണ്ട്. അത് കൃത്യമായിട്ട് ഉപയോഗിക്കാനുള്ള ഒരവസരമായി ഈ ക്രിസ്തുമസ് ഈവനിങ് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് താങ്ക് യു വെരി മച്ച്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ക്രിസ്മസ് വിശേഷങ്ങളിലേക്ക് പോകാം. പുലരനൻ സാർ തുടങ്ങും. എല്ലാവർക്കും ആദ്യം ക്രിസ്മസിന്റെ മംഗളങ്ങൾ നേരുകയാണ്. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എന്നും മനുഷ്യ മനസ്സിൽ ക്രിസ്മസ് നാം കൊണ്ടാടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ശരി. നമ്മൾ എപ്പോഴൊക്കെ സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നുവോ അപ്പോഴെല്ലാം നമ്മുടെ ഹൃദയത്തിൽ നാം ഒരു ക്രിസ്മസ് ആഘോഷിക്കുകയാണ്. യേശു നമ്മളോട് സംസാരിക്കുമ്പോഴൊക്കെ ഈ നീതിവാചകങ്ങളാണ് അദ്ദേഹത്തിൻ്റെ മുൻപിലുള്ളത്. സാബു സാറ് പറഞ്ഞു, യേശു ദേഷ്യപ്പെട്ട 2 പ്രധാന സംഭവങ്ങൾ. ശുദ്ധീകരണ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന കച്ചവടക്കാരും നാണയ കൈമാറ്റക്കാർ എല്ലാവരെയും അദ്ദേഹം അവിടുന്ന് ഒഴിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അനീതിയുടെ പാഠങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു കൂട്ടത്തെ വിശുദ്ധിയുടെ സ്ഥലത്ത് നിന്ന് ആട്ടി ഒഴിക്കുകയാണ്. അദ്ദേഹം പറയും, ഇത് എൻ്റെ ആലയമാണ്, ദൈവത്തിൻ്റെ ആലയമാണ്. അപ്പൊ ദൈവത്തിൻ്റെ ആലയത്തിൽ ദൈവത്തിന് തൃപ്തമല്ലാത്ത കാര്യങ്ങൾ നേരിൽ കണ്ടാണ് യേശുവിന് ദേഷ്യഭാവം ഉണ്ടായത്, കോപമുണ്ടായത്. പക്ഷെ യേശു കോപത്തിൻ്റെ പര്യായമേ അല്ല. യേശു എപ്പോഴും നീതിയുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം എപ്പോഴും ഉദാഹരണങ്ങളിലൂടെ കാര്യങ്ങൾ പറഞ്ഞു പോകുന്ന ഒരവസ്ഥയാണ്. സാബു സാറിൻ്റെ ക്ലാസ്സിലെ ഇടയ്ക്ക് ഭാഗങ്ങൾ എനിക്ക് കേൾക്കാൻ പറ്റിയില്ല, ഞാൻ വീണ്ടും കയറിയതാണ്. യേശു സ്നേഹമാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യം, യേശു സ്നേഹമാണ് എന്ന യാഥാർത്ഥ്യം നമ്മൾ നമ്മുടെ പ്രവൃത്തിയിലൂടെ കാണിക്കുക. ആരാണ് അയൽക്കാരൻ എന്ന ചോദ്യത്തിന് വേലിക്കപ്പുറത്തുള്ള ആളാണെന്നല്ല അദ്ദേഹം പറഞ്ഞു. നമുക്ക് ആരെയൊക്കെ എപ്പോഴൊക്കെ അടിയന്തരമായ എല്ലാ സമയത്തും സഹായിക്കാൻ കഴിയുന്നു ആ വ്യക്തി തന്നെയാണ് നമ്മുടെ അയൽക്കാരൻ. ഇപ്പൊ നമുക്കറിയാം, നാം വീട് കെട്ടുന്നതിന് മുമ്പ്, നാം താമസിക്കാൻ വീട് കിട്ടുന്നതിന് മുമ്പ് അതിർത്തികൾ കെട്ടുകയും മതിലുകൾ കെട്ടി ഉയർത്തുകയും അതിനേക്കാൾ ഏറെ ഉയരത്തിൽ വലിയ വലിയ ഗേറ്റുകൾ കെട്ടുകയാണ് ആദ്യം. അപ്പൊ ജയിലിന്റെ മതിലിനേക്കാൾ വലിയ ഗേറ്റുകളാണ്. അപ്പൊ നോക്കൂ, ജയിലിനകത്ത് കിടക്കുന്നത് ആരാ? എല്ലാവിധ സാമൂഹ്യ തിന്മകളുടെയും ഉടമകളാകുന്ന ആളുകളും നിരപരാധികളും. പക്ഷേ ഈ ഉടമകളാകുന്ന ആളുകൾ കെട്ടിവെക്കുന്ന മതിലുകൾ പൊളിച്ച് നാം പുറത്തേക്ക് വരും. നിരപരാധിയാണെങ്കിൽ നാം നിരപരാധിത്വം തെളിയിച്ച് മുന്നോട്ട് വരും. അപരാധിയാണെങ്കിൽ ഏറ്റുപറച്ചിൽ നിങ്ങൾ ഏറ്റുപറയുക.
ഈ ഏറ്റുപറച്ചിലിന്റെ ഒരു ഉത്സവവും കൂടിയാണ് ക്രിസ്തു. ഒരു ഏറ്റുപറച്ചിലിന്റെ സൗണ്ട് സൗണ്ടില്ല. ഓക്കെ. സൗണ്ട് വരുന്നില്ല സാർ. സൗണ്ട് കിട്ടുന്നില്ല. സൗണ്ട് വരുന്നില്ല. സാർ കേൾക്കുന്നില്ലേ? സാറെ കേൾക്കുന്നില്ലല്ലോ. സാറെ കട്ടായി പോയി. ഓക്കെ, വേറെ ആർക്കാ ഷെയർ ചെയ്യാനുള്ള? താങ്ക് യു സാർ. ഹാപ്പി ക്രിസ്മസ്. ക്രിസ്തുമസ് ആയിട്ടും സാറ് വലിയൊരു മഹത്തായ ദാനാണ്. പിന്നെ യേശുവിൻ്റെ ഓർമ്മ തിരുനാളിൻ്റെ ഒന്ന് അപ്പോൾ അതിൻ്റെ ഒരു ദൂതൻ എന്നുള്ള നിലയിൽ, വിശ്വാസി എന്ന നിലയിൽ സാറ് സന്ദേശം, അതിൽ നന്മകൾ ലോകത്തിന് തൻ്റെ ചുറ്റുവട്ടങ്ങളിലേക്ക് പ്രചരിപ്പിക്കുക എന്നുള്ളതൊരു വലിയ, എന്താ പറയാ, ഒരു വിജ്ഞാന ദാനം എന്നൊക്കെ പറയാം നമുക്ക്. അത് സ്നേഹം, ത്യാഗം, സമാധാനം, അത് മനുഷ്യ ജീവിതത്തിന് അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്താൻ എത്ര കണ്ട് അത് മുറുകെ പിടിക്കണം എന്ന വലിയ പാഠമാണ് ഓരോ പ്രവാചകരും ഭൂമിയിലുള്ള മനുഷ്യർക്ക് നൽകിയിട്ടുള്ളത്. അപ്പൊ ആ തിരുപ്പിറവിയുടെ യാഥാർത്ഥ്യമാക്കുന്ന ഈ ക്രിസ്തുമസ് ദിനത്തിൽ തന്നെ സാറതൊരു ആഘോഷമാക്കിക്കൊണ്ട് വിജ്ഞാനദാനം നൽകിയത് സാറിന് വലിയ സല്യൂട്ട്. അതായത് എല്ലാ പ്രതിസന്ധികൾക്കിടയിലും സന്തോഷവും അതുപോലെ പ്രതീക്ഷയും ആശയും എല്ലാം സമന്വയിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ ആ തിരുപ്പിറവി ആഘോഷിക്കാറ്. സിംബോളിക്കാണ്. നക്ഷത്രങ്ങള്, അതുപോലെ ക്രിസ്മസ് ട്രീയുടെ ഒരുക്കം, പുൽക്കൂട്, അതുകൂടാതെ പള്ളിയിലൊക്കെ മാലാഖക്കൂട്ടങ്ങൾ പോലത്തെ പ്രാർത്ഥനയിൽ ഞാൻ ഒരുപാട് തവണ പങ്കുകൊണ്ടിട്ടുണ്ട്. കോൺവെന്റിൽ പഠിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത ഇഷ്ടം ആൾക്കാരെ പോയി നിൽക്കാൻ. കാരണം ഭയങ്കര ഹൈറ്റ് അല്ലേ ഈ ആൾക്കാരെ പള്ളികളിലെ. നമുക്ക് വല്ലാത്തൊരു ഹീലിംഗ് കിട്ടും. അത് മാത്രല്ല, അതോടൊപ്പം തന്നെ എൻ്റെ മോനൊക്കെ നന്നായി ക്രിസ്മസ് ട്രീ ഒരുക്കും, അതിൻ്റെ ഈ രൂപങ്ങളൊക്കെ വെച്ചിട്ട്. അപ്പൊ ഒരുപാട് ഓരോ സിംബോളിക്കിനും ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അപ്പൊ എല്ലാവരെയും സ്നേഹിക്കാൻ പഠിപ്പിച്ച ത്യാഗത്തിന്റെ പര്യായമായ യേശുനാഥന്റെ ഓർമ്മയില് സന്തോഷകരമായ ക്രിസ്തുമസ് ദിനത്തില് നല്ലൊരു ക്ലാസ് സമ്മാനിച്ച സാറിന് എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. താങ്ക് യു സർ. സാർ, സാറ് കംപ്ലീറ്റ് ചെയ്തില്ലേ? ഓക്കെ. അപ്പോ അദ്ദേഹത്തിന്റെ മരണത്തില് 2 കള്ളന്മാർക്ക് നടുവിലാണ് അദ്ദേഹത്തെ ക്രൂശിക്കുന്നത്. ആദ്യത്തെ കള്ളൻ പറഞ്ഞു, നമ്മുടെ കാര്യം പറഞ്ഞാൽ നമ്മൾ അത്രയും അധർമ്മം തെറ്റ് ചെയ്തതിന്റെ ഫലമാണ് നമുക്ക് കിട്ടിയ ശിക്ഷ. എന്നാൽ അദ്ദേഹവും ഒരു തെറ്റും ചെയ്യാതെയാണ് നമ്മളോടൊപ്പം. രണ്ടാമത്തെ കള്ളൻ പറഞ്ഞു പറയും. രണ്ടാമത്തെ കള്ളൻ പറഞ്ഞു വളരെ സ്വാർത്ഥതയോടെ, നീ ദൈവപുത്രനാണെങ്കിൽ നിന്നെയും ഞങ്ങളെയും ഇവിടെ നിന്ന് രക്ഷിക്കുക. നീ ദൈവപുത്രനാണെങ്കിൽ നിന്നെയും ഞങ്ങളെയും ഇവിടെ നിന്ന് രക്ഷിക്കുക. ആദ്യ കള്ളൻ പറഞ്ഞു, അങ്ങ് സ്വർഗത്തിലെത്തുമ്പോൾ എന്നെ കൂടി ഓർക്കണം. ക്രിസ്തുവോട് വാഗ്ദാനം ചെയ്തു, എന്നോടൊപ്പം നീയും സ്വർഗരാജ്യത്തിലുണ്ടാകും. അപ്പോ മറ്റേ കള്ളനോടൊന്നും പറഞ്ഞില്ല. ഇവിടെയാണ് ക്രിസ്തുവിന്റെ മഹത്വം എന്ന് പറയുന്നത്. വാക്കുപാലിക്കാൻ കഴിവുള്ള ക്രിസ്തു, സ്നേഹിക്കാൻ കഴിവുള്ള ക്രിസ്തു,
അയൽക്കാരനെ സ്നേഹിക്കാൻ പറഞ്ഞു തന്ന ഏറ്റവും വലിയ തത്വം ക്രിസ്തുവിൻ്റെതാണ്. ക്ഷമിക്കാൻ പറഞ്ഞ തത്വം. അദ്ദേഹത്തിന്റെ തിരുവിലാവിൽ കുത്തുമ്പോൾ, ചോര പുറത്തു വരുമ്പോൾ പ്രാർത്ഥിക്കുകയായിരുന്നു, ദൈവമേ ഇവരോട് പൊറുക്കേണമേ, ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവരറിയുന്നില്ല. ക്രൂരമായ പ്രവർത്തനങ്ങൾ കിട്ടുമ്പോഴും ചെയ്തു കൊടുക്കുമ്പോഴും അവരോട് ക്ഷമിക്കാൻ ദൈവത്തോട് ആവശ്യപ്പെടുന്ന മഹത് ദൈവപുത്രനാണ്. ആ ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് ദൈവമാണ്, ആ ദിവസമാണ് എന്ന് ലോകമെമ്പാടും ഒരു മത ജാതി വ്യത്യാസങ്ങളൊന്നുമില്ലാതെ മനുഷ്യരെല്ലാവരും ഒന്നായി ആഘോഷിക്കുന്ന ഒരു തിരുപ്പിറവിയുടെ ദിവസത്തിലാണ് നാം നിൽക്കുന്നത്. എല്ലാവരുടെയും നല്ല ആശംസകൾ തരുന്നതോടൊപ്പം തന്നെ സാബുസാർ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് വിചിന്തനം ചെയ്താൽ നാം എവിടെ നിൽക്കുന്നുവെന്ന് നമുക്കറിയും. എല്ലാവർക്കും ക്രിസ്മസിന്റെ സന്തോഷം പങ്കുവയ്ക്കുന്നു. താങ്ക് യു സർ. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു. ഗോകുമാർ സർ, ഒരു ഹാപ്പി ക്രിസ്മസ് ആശംസ. നമസ്കാരം. എനിക്ക് പറയാനുള്ളത്, സാബു സാറ് പറഞ്ഞത് നമുക്കറിയാൻ വയ്യാത്ത പല കാര്യങ്ങളും വിശദമാക്കി ആദ്യമായി ക്രിസ്മസ് ആശംസകൾ അർപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് സാബു സാറ് പറഞ്ഞത് വളരെയേറെ മനസ്സിലാക്കാൻ സാധിച്ചു. പക്ഷെ ഇന്ന് സന്തോഷത്തിന്റെ ദിവസമാണ് ക്രിസ്മസ്. പക്ഷെ പലരും സന്തുഷ്ടരല്ല. കാരണം അവരൊരു കിട്ടിയാൽ മതിയാവുന്നില്ല, ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഉള്ളിൽ സന്തോഷം അല്ലാതെ അവരുടെ കുറ്റമാണ്, അല്ലാതെ വേറെ ആരുടെയും കുറ്റമല്ല. സ്വയം ഉള്ളത് കൊണ്ട് തൃപ്തിയാവാൻ തയ്യാറാവില്ല എന്നില്ല. അത് മാത്രം ഉള്ള നല്ല കാര്യമായിരുന്നു. നന്ദി, നമസ്കാരം. നന്ദി. ഓക്കെ, ഉഷ മാം. താങ്ക് യു സർ. എല്ലാവർക്കും ക്രിസ്മസ് മംഗളങ്ങൾ നേരുന്നു. ഇന്ന് ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശവുമായിട്ട് ക്രിസ്മസ് ആഘോഷിക്കുകയാണ് ലോകമെമ്പാടും. ജനനവും കർമ്മവും പ്രബോധനങ്ങളും ജീവിതാർപ്പണവും വഴി ലോകം മുഴുവന്റെയും രക്ഷകനും നാഥനുമായ ക്രിസ്തുവിന്റെ സമാനതകളില്ലാത്ത ജന്മദിനമാണ് ക്രിസ്തുമസ് ആയിട്ട് ലോകമെമ്പാടും ആഘോഷിക്കുന്നത്. മനുഷ്യരാശിക്ക് വേണ്ടി നന്മ ചെയ്യാനും മരിക്കാനുമായി മാത്രം മണ്ണിലേക്ക് ഇറങ്ങി വന്ന ദൈവപുത്രന്റെ ജന്മദിനം. അതാണ് നമ്മൾ ഇന്ന് ക്രിസ്തുമസ് ആയിട്ട് ആഘോഷിക്കുന്നത്. സ്നേഹം, കരുണ, നീതി എന്നിവയാണ് ക്രിസ്തുവിന്റെ മുഖമുദ്ര. അഹിംസയ്ക്കും സമാധാനത്തിനും അനുരഞ്ജനത്തിനുമാണ് ക്രിസ്തു ഏറ്റവും അധികം പ്രാധാന്യം നൽകിയതെന്ന് നമുക്ക് ബൈബിളിൽ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. ശത്രുക്കളെ സ്നേഹിക്കുവാനും സമാധാനം സ്ഥാപിക്കുവാനുമാണ് ക്രിസ്തു ദേവൻ നമ്മളെ പഠിപ്പിച്ചത്. എളിമയ്ക്കും സേവനത്തിനുമാണ് ഏറ്റവും അധികം പ്രാധാന്യം നൽകിയതും. നിയമത്തിന്റെ അടിസ്ഥാനം പരസ്പര സ്നേഹമാണെന്നാണ് അദ്ദേഹം നമ്മളെ പഠിപ്പിച്ചത്. ക്രിസ്മസ് എന്നത് ത്യാഗവും സ്നേഹവും കരുണയുമാണെന്ന് ഇന്ന് നമ്മളെ പഠിപ്പിക്കുന്നു. പുൽക്കൂട്ടിൽ നമ്മൾ കാണുന്നത് സമൂഹത്തിലെ താഴെത്തട്ടിലുള്ള ആട്ടിടയന്മാരെയും വിജാതീയരായ പൂജരാജാക്കന്മാരെയുമാണെന്ന് നമുക്ക് ബൈബിളിലൂടെ ബൈബിൾ വാക്യങ്ങളിലൂടെ അനുഭവിച്ച് അറിയാവുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ക്രിസ്മസിനെ കുറിച്ച് നമ്മൾ ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് പുൽക്കൂട്, നക്ഷത്രങ്ങൾ, അത് ക്രിസ്മസ് കേക്ക്, അങ്ങനെയുള്ള രാത്രി പള്ളിയിൽ പോവുക, ക്രിസ്മസ് കരോൾ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളാണ്. ആഘോഷത്തിന്റെ രാവുകൾ, മഞ്ഞണിഞ്ഞ മനോഹരമായിട്ടുള്ള രാവുകൾ, അതൊക്കെയാണ്. പക്ഷെ ആദ്യമായിട്ട് പുൽക്കൂട് ഉണ്ടാക്കിയതിന്റെ ഒരു വിശുദ്ധ ഫ്രാൻസിസ് അസീസി 13-ാം നൂറ്റാണ്ടിലാണ് ആദ്യമായി പുൽക്കൂട് ഉണ്ടാക്കിയതെന്ന് ചരിത്രം പറയുന്നു. പിന്നീടാണത് ദേവാലയങ്ങളിലേക്കും സന്യാസ ഭവനങ്ങളിലേക്കും പിന്നീട് കാലക്രമേണ ഭവനങ്ങളിലും പൊതുസ്ഥലങ്ങളിലേക്കും പുൽക്കൂട് ഒരു ആഘോഷത്തിന്റെ ഭാഗമായിട്ട് മാറുകയായിരുന്നു. ഇതെല്ലാം ഉണ്ടെങ്കിലും 100 പുൽക്കൂടുകളിൽ ഉണ്ണിയേശു പിറന്നാലും എൻ്റെ ഹൃദയത്തിൽ പിറക്കുന്നില്ലെങ്കിൽ എന്ത് പ്രയോജനം എന്ന് ഇത് 18-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പ്രശസ്തനായ ഇംഗ്ലീഷ് സാഹിത്യകാരൻ അലക്സാണ്ടർ പോപ്പിന്റെ ഒരു ചോദ്യമാണ്. ഉണ്ണിയേശു നമ്മുടെ ഹൃദയത്തിൽ ഉണ്ണിയേശു ജനിക്കുന്നില്ലെങ്കിൽ
100 പുൽക്കൂടുകളിൽ ഉണ്ണിയേശു പിറന്നാലും എന്താണ് പ്രയോജനം എന്നാണ് ഈ ചോദ്യം നമ്മളെ ഉത്ബോധിപ്പിക്കുന്നത്. ഒരിക്കൽ മാത്രമാണ് പുൽക്കൂട്ടിൽ ക്രിസ്തു ജനിച്ചത്. പക്ഷെ അതൊരു കാലിത്തൊഴുത്തിലായിരുന്നു. നമ്മുടെ ഹൃദയമാണ് പുൽക്കൂട്. അവിടെയാണ് ക്രിസ്തു ജനിക്കേണ്ടത്. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിലും ദൈവം അവനിലും വസിക്കുന്നു എന്ന് യോഹന്നാൻ ശ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നു. മനുഷ്യൻ പരസ്പരം സ്നേഹിക്കുമ്പോഴാണ് മനസ്സിൽ ദൈവം ജനിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ദൈവം സ്നേഹമാണ്. ദൈവത്തെയും സഹോദരരെയും സ്നേഹിക്കാത്തവർ മറ്റുള്ളവരെ സ്നേഹിക്കാൻ യോഗ്യരല്ല എന്നാണ് നമുക്ക് ഇതിനകത്തുനിന്ന് ഈ ഒരു വരിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. അതുകൊണ്ട് പരസ്പരം സ്നേഹിക്കുക, നന്മ ചെയ്യുക, സ്നേഹവും സേവനവുമാണ് ഏറ്റവും വലിയ ക്രിസ്മസ് സമ്മാനമെന്ന് നമുക്ക് തിരിച്ചറിയാം. ഈ ഒരു മനോഹരമായ സായാഹ്നത്തിൽ സാബു സാറ് ക്രിസ്മസ് വചനങ്ങളിലൂടെ ക്രിസ്മസിന്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ചും അത് നമുക്ക് നൽകുന്ന കുറിച്ചുമൊക്കെ വളരെ നല്ല രീതിയിൽ ക്ലാസ് എടുക്കുകയുണ്ടായി. അത് നമ്മുടെ ജീവിതവുമായിട്ട്, നമ്മുടെ ബാല്യകാലം മുതൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങളെ കുറിച്ചും, അത് എത്രമാത്രം നമ്മുടെ ബാല്യകാലം നമ്മളുടെ ജീവിതത്തിലെ ഓരോ സമയങ്ങളിലും നമ്മളോട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. വളരെ പ്രയോജനപ്പെട്ട ഒരു ക്ലാസ് ആയിരുന്നു. അതുപോലെ തന്നെ ജോർജ് സാറിന്റെ ക്രിസ്മസ് സന്ദേശം, ഉലഹന്നാൻ സാറിന്റെ ക്രിസ്മസ് സന്ദേശം എല്ലാം നമ്മളെ ഈ ഒരു ക്രിസ്മസ് ദിനത്തില് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരാകിയ ഒരു നിമിഷത്തിലേക്കാണ് കൊണ്ടുപോയത്. എല്ലാവർക്കും ഒരുപാട് നന്ദി. ഒരിക്കൽ കൂടി ഞാൻ ക്രിസ്മസ് ആശംസകൾ എല്ലാവർക്കും പങ്കുവയ്ക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. ഓക്കെ, ഓമന ടീച്ചർ, അനിൽകുമാർ സാർ, കുമാർ സാർ പറയും. ടീച്ചർ പറയുന്നുണ്ടോ? പറയൂ, അനിൽകുമാർ സാർ പറയും. സാറേ, നമ്മുടെ സാബു സാറ് ഈ സ്നേഹത്തെക്കുറിച്ച് ബൈബിളിലെ നമ്മുടെ 1 കൊരിന്ത്യരിലെ 13:4 തൊട്ട് 7 വരെ ഉള്ള കാര്യങ്ങൾ, സ്നേഹത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതിന് തന്നെ ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ എത്രമാത്രം പരിവർത്തനം നടക്കേണ്ടതുണ്ട്. എന്തായാലും നമുക്കെല്ലാവർക്കും ഞാൻ പണ്ട് പോലെ കേൾക്കുന്നതും കോളേജിലായാലും സ്കൂളിലായാലും കേൾക്കുന്നത് പ്രത്യാശയുടെയും സ്നേഹത്തിൻ്റെയും ഒരുമയുടെയും ശാന്തിയുടെയും സന്ദേശമാണ് നമുക്ക് ക്രിസ്തുമസ് നൽകുന്നത്. സത്യത്തിൽ ഇത് സ്പീക്ക് ഓഫ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ യൂണിവേഴ്സൽ ബ്രദർഹുഡാണ്, അതുപോലെ യൂണിവേഴ്സൽ ലവ്. ഇത് ഈ സ്നേഹം, ഈ ദൈവം പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങൾ നാം ഓർക്കുകയാണെങ്കിൽ ഈ ഭീകര പ്രവർത്തനങ്ങളോ ഈ യുദ്ധങ്ങളോ ഈ ലോകത്ത് തുടച്ചു നീക്കേണ്ടതല്ല. എല്ലാവരുടെയും മനസ്സിൽ ഈ പറയുന്ന ആശയങ്ങൾ, ഈ വചനങ്ങളിൽ കൂടി പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊണ്ട് നല്ല രീതിയിൽ ലോക നേതാക്കന്മാരും സർവ്വജനങ്ങളും ആഗ്രഹിച്ചാൽ ശാന്തിയുടെയും സമാധാനവും നമ്മുടെ ലോകത്ത് സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കും. അതിനെല്ലാവരും മുന്നോട്ട് വരണം എന്നുള്ളതാണ് ഈ ക്രിസ്മസിൽ നമുക്ക് തരുന്ന, ഉൾക്കൊള്ളാൻ പറ്റുന്ന സന്ദേശം. അതങ്ങനെയൊന്നും ഉണ്ടാകട്ടെ എന്നാണ് എൻ്റെയും പ്രാർത്ഥന. പിന്നെ അദ്ദേഹം, നമ്മൾ ഇപ്പം എല്ലാം വലിയ എളിമിത്വം ഉണ്ടോ ആർക്കും? എല്ലാം വലിയ ഭാവങ്ങൾ തന്നെയാണ്. നമ്മുടെ യേശുക്രിസ്തു ജനിച്ചത് പുൽക്കൂടിലാണ്. ഏറ്റവും താഴെത്തട്ടിൽ അവിടുത്തെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ചാണകക്കൂടിനടുത്ത് ആ മണമൊക്കെ കഴിച്ചാണ് അദ്ദേഹം അവിടെ ജനിച്ചു വളർന്നത്. അദ്ദേഹം ലാളിത്യത്തിൻ്റെ ആളായിരുന്നു. അപ്പൊ അതിൽ കൂടി നമ്മൾ എളിമപ്പെട്ട് ജീവിക്കണം എന്നുള്ളത് ആശയമാണ് അദ്ദേഹം ഇങ്ങോട്ട് വെക്കുന്നത്. നമ്മുടെ ജീവിതം ഇത്രയും ഉള്ളൂ. ഓരോ മനുഷ്യനും ചിന്തിച്ചു കഴിഞ്ഞാൽ അവന് ലൈഫ് ഇത്ര മാത്രമേ ഉള്ളൂ. ആ ലൈഫ് സന്തുഷ്ടമാകാൻ വേണ്ടി, നമ്മുടെ മനസ്സിന് ഒരു പീസ് ഓഫ് മൈൻഡ്, സമാധാനം ഉണ്ടാകാൻ വേണ്ടി നമ്മളെല്ലാവരും സ്നേഹിക്കുക എന്നുള്ളതാണ്. നമുക്ക് അൺകണ്ടീഷണൽ, സാബുസാറുടെ ആ വാക്ക് പറഞ്ഞു കഴിഞ്ഞു, അൺകണ്ടീഷണൽ ലവ്. നമ്മൾ ഇങ്ങോട്ടും ഒന്നും പ്രതീക്ഷിക്കേണ്ട. അതുപോലെ തന്നെ നമ്മൾ ക്ഷമിക്കുക. നമ്മൾ എന്ത് ശുദ്ധമാകും, നമുക്ക് സന്തോഷമാകും, നമുക്ക് എന്ത് പ്രശ്നങ്ങളെ അതിജീവിക്കാൻ സാധിക്കും. നമുക്ക് ആരോടും പിണക്കമില്ല. നമ്മൾ നടന്നു പോവുകയാണെങ്കിൽ നമ്മളോട് ദോഷം ചെയ്തിട്ടുള്ളവരോടും നമ്മളെ കുറ്റം പറഞ്ഞിട്ടുള്ളവരും നമ്മളെ കൊച്ചാക്കുന്നവരുടെ മുമ്പിൽ നമ്മളൊന്ന് ചിരിച്ചു കഴിഞ്ഞാൽ നമ്മളത് മൈൻഡ് ചെയ്യുന്നില്ല, നമ്മൾ ആ കാര്യത്തിലേക്ക് പോകുന്നില്ല. അപ്പം നമ്മൾ അവരോട് ക്ഷമിക്കുക, അവരോട് പൊറുക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ അവരെ എല്ലാവരെയും സ്നേഹിക്കുക. 1 കൊരിന്ത്യരിലെ 13:4 മുതൽ 7 വരെയുള്ള ആ വാക്യങ്ങൾ എല്ലാം ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ, നമ്മൾ അങ്ങനെയുള്ള ഒരു മനുഷ്യനായി തീർന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തൊരു സുഖമായിരിക്കും. നമ്മൾ ആ ഒരു ഫീല് പ്രായമാകുന്നവരും ഇങ്ങനെയുള്ളവർക്ക് പ്രത്യേകിച്ച് അത് കൂടും എന്നാണ് എനിക്ക് പറയാനുള്ളത്.
അപ്പൊ അങ്ങനെ നല്ലൊരു ലോകം ഉണ്ടാകും എന്നാണ് എൻ്റെ വിശ്വാസം. ഇന്നല്ലെങ്കിൽ നാളെ അങ്ങനെ ഒരു പ്രത്യാശ, അതുപോലെ ഒരു പ്രതീക്ഷ നമുക്കെല്ലാവർക്കും വെച്ചു പുലർത്താം. നമ്മൾ ദൈവപ്രസാദമുള്ള മനുഷ്യരായി തീരുക. ദൈവപ്രസാദമുള്ള മനുഷ്യരായി ഈ ഭൂമിയിൽ ജീവിച്ചു കഴിയുമ്പോൾ എല്ലാം നല്ലതായിട്ട് വരും. ദൈവപ്രസാദമുള്ളവരായി തീരാൻ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ ലളിതമായിട്ട് ഈ ബൈബിൾ ഉൾക്കൊള്ളുന്നുണ്ട്. സാബു സാറ് ഇതിനെപ്പറ്റി വളരെ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. അല്പം വൈകിപ്പോയുണ്ട്, ജോർജ് സാറിൻ്റെ സന്ദേശം കേൾക്കാൻ ഒത്തില്ല. എങ്കിലും നമ്മുടെ യൂണിവേഴ്സൽ ബ്രദർഹുഡ്, യൂണിവേഴ്സൽ ലവ്, പീസ് ഓഫ് മൈൻഡ്, ലോക സമാധാനം, ശാന്തി ഒക്കെ ഉണ്ടാകട്ടെ. അതിന് നമുക്ക് എല്ലാവർക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാം. അങ്ങനെ നമുക്ക് എല്ലാവർക്കും സന്തോഷവും സംതൃപ്തിയും ആയ ഒരു ജീവിതം ഈ ലോകത്തുണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന പ്രത്യാശയോടെ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഓക്കെ, താങ്ക് യു സാർ. ഡോക്ടർ സാർ സംസാരിച്ചോട്ടെ? പറയൂ. ഇന്നലെ വൈകുന്നേരം എനിക്ക് ജീവിതത്തിലൊരു അപൂർവമായ ഒരു അവസരം ലഭിച്ചു. പാലക്കാട് ഈ റോബിൻസൺ മെമ്മോറിയൽ CSI ചർച്ചിൽ ഇന്നലെ അവരുടെ ക്രിസ്മസ് ഈവിൽ ചീഫ് ഗസ്റ്റായിട്ട് ഞാനായിരുന്നു പങ്കെടുത്തിരുന്നത്. അപ്പോൾ അവിടെ ഈ സൺഡേ സ്കൂളിലെ പഠിതാക്കളായിട്ടുള്ള കുട്ടികൾക്ക് സമ്മാനങ്ങൾ കൊടുക്കലും, പിന്നെ കുറച്ച് വിധവകൾക്ക് ഇങ്ങനെ സാരിയും പണവും ഒക്കെ നൽകലും, പിന്നെ അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഈ ഒരു 200 കുടുംബങ്ങൾ പങ്കെടുക്കുന്ന വലിയൊരു പഴയ പാലക്കാട്ടെ ഏറ്റവും പഴയ ചർച്ചാണ് ഈ റോബിൻസൺ ചർച്ച്. 1858 തുടങ്ങിയതാണ്. അവരുടെ കയ്യിലൊരു സ്കൂളും ഉണ്ട്, ബാസൽ മിഷൻ സ്കൂൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മെട്രോ ശ്രീധരൻ സാറും പിന്നെ TN ശേഷനും ഒക്കെ പഠിച്ച സ്കൂളും കൂടെയാണ്. വളരെ പ്രശസ്തമായൊരു സ്ഥാപനമാണ്. അപ്പോൾ അവിടെ ഈ പറഞ്ഞ പോലെ ഞാനൊരു മെസ്സേജ് കൊടുത്തത്, ഇപ്പോൾ നമ്മൾ ഈ സൺഡേ സ്കൂളിലെ കുട്ടികൾക്ക് സമ്മാനം അങ്ങനെയൊക്കെയുള്ള പരിപാടി ആയതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞത്, ഇപ്പം ഈ എല്ലാവരും മിടുക്കരാവാൻ വേണ്ടിയിട്ടാണ് മക്കളെയൊക്കെ വളർത്തിയെടുക്കുന്നതും മിടുക്കരാവാനുള്ള കഠിന മത്സരത്തിൽ നമ്മൾ അവരെ ഈ ഇന്റർനാഷണൽ സ്കൂളിൽ വിടുകയും അതേപോലെ പാലാ ബ്രില്യൻസിൽ കൊണ്ടുപോയി ജയിലിലടക്കുകയും PC തോമസിന്റെ ഇൻക്യുബേറ്ററിൽ വെച്ച് വിരിയിച്ചെടുക്കുകയും ഒക്കെ ചെയ്യുന്ന പോലെ ഉള്ളൊരു ഈ ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞ കുഞ്ഞുങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. അപ്പൊ യേശുനാഥന്റെ ഈ ബാല്യം എങ്ങനെയായിരുന്നു എന്ന് എവിടെയും രേഖപ്പെടുത്താത്തത് പോലെ ഇപ്പൊ ഈ കുട്ടികളുടെ ബാല്യം എങ്ങനെയാണെന്ന് ആരും ശ്രദ്ധിക്കുന്നേ ഇല്ല. അവരുടെ 30 വയസ്സെത്തുമ്പോഴത്തേക്കുള്ള നേട്ടം മാത്രമേ നമ്മൾ രക്ഷിതാക്കൾ ലക്ഷ്യം വെക്കുന്നുള്ളൂ. അപ്പൊ ഇവരുടെ വിദ്യാഭ്യാസ കാലത്ത് ഇവർക്ക് നൽകേണ്ട മൂല്യബോധവും മറ്റു കാര്യങ്ങളും ഒന്നും തന്നെ കൊടുക്കാതെ വളർത്തുന്നതിനെ പറ്റിയിട്ടാണ്. അപ്പൊ ഞാൻ നന്മയുള്ള മിടുക്കരായിട്ട് ഇവര് മാറാൻ വേണ്ടിയിട്ട് നമ്മുടെ സൺഡേ സ്കൂളുകളിലൊക്കെ ചെയ്യാവുന്ന കാര്യങ്ങൾ, അങ്ങനെ കുറെ കാര്യങ്ങളാണ് ഞാൻ സംസാരിച്ചത്. പക്ഷെ എനിക്ക് ഈ സാബു സാറിന്റെ ഈ ക്ലാസ് എനിക്ക് ഇന്നലെ ഒരു കിട്ടിയിരുന്നെങ്കിൽ അത് വളരെ വളരെ ഗംഭീരമായിട്ട് എനിക്കത് പറയാൻ പറ്റുമായിരുന്നു. പക്ഷെ ഞാൻ ഈ വായിച്ചറിവിന്റെ ഒക്കെ വെളിച്ചത്തിലാണ് അവരോട് സംസാരിച്ചതൊക്കെ. അപ്പൊ അതില് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു, ഈ വളരെ ലളിതമായ സാഹചര്യത്തിൽ ആണ് യേശുനാഥൻ വന്ന് ജനിച്ചത്. കാലിത്തൊഴുത്തിൽ ഏറ്റവും സിമ്പിളായിട്ട്, അതായത് ത്യാഗികളിൽ ത്യാഗികളായിട്ട് തെരുവിൽ ഉറങ്ങുന്നവരെ പോലെ തന്നെയാണ് അദ്ദേഹത്തിനെ ജനിപ്പിച്ചതും ഒക്കെ. പക്ഷെ ഇപ്പൊ നമുക്കൊരു ചെറിയ ഡിസ്കംഫർട്ട് പോലും സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകുന്നതിനെ പറ്റിയും ഒക്കെയാണ് ഞാൻ ഇത് സംസാരിച്ചിരുന്നത്. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ ഈ ക്രിസ്മസിന്റെ അത്യാഡംബരങ്ങളുടെ അർമാദങ്ങളെയും പറ്റിയിട്ട് പറഞ്ഞു. കാരണം 2 അംഗങ്ങളുള്ള ഒരു വീട്ടില് ഈ 5 ഇറച്ചിക്കറികളൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളത് ആഹ്ലാദിക്കുന്നു. എൻ്റെ ക്രൈസ്തവ സുഹൃത്തുക്കളൊക്കെ എനിക്ക് കേക്ക്, അപ്പോൾ ഇന്നൊരു 5 കേക്ക് വീട്ടിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഞങ്ങൾ അയൽക്കാർക്കൊക്കെ അത് കൊടുക്കുകയൊക്കെ ആയിരുന്നു. അപ്പോൾ വൈകുന്നേരം 5 മണിക്ക് എൻ്റെ ഭാര്യ ഈ പന്നി ഉലർത്തിയത്, പിന്നെ ബീഫ് വരട്ടിയത്, ഡക്ക്, താറാവിൻ്റെ മപ്പാസ്, അങ്ങനെ കുറേ കാസറോളുകൾ പല വീടുകളിൽ നിന്ന് കൊണ്ടുവന്നത് ഞങ്ങൾ 2 പേരും കൂടെ ഇത് ആവുന്നതൊക്കെ കഴിച്ചു നോക്കി. അപ്പോൾ ബാക്കിയൊക്കെ നമ്മുടെ അയൽക്കാർക്കും എല്ലാം കൊടുത്തയക്കുകയും ഇതൊന്നും കണ്ടിട്ടില്ലാത്തവർക്കൊക്കെ വലിയ സന്തോഷമായി. അപ്പൊ ഈ പങ്കുവെക്കൽ എന്ന് പറഞ്ഞ ഈ ഷെയറിങ് ക്രിസ്മസിന്റെ വലിയൊരു ഭാഗമാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഈ കഴിച്ച് ദുർമേധസ് പ്രമേഹവും പിടിച്ചിരിക്കുന്നവൻ വീണ്ടും ഇതെല്ലാം ഉണ്ടാക്കി കഴിക്കേണ്ട കാര്യമില്ല, അത് മറ്റുള്ളവരായിട്ട് പങ്കുവെക്കണം എന്നൊക്കെ ഉള്ള ഈ മനോഹരമായ ധാരാളം വചനങ്ങൾ യേശുനാഥൻ പറഞ്ഞത് നമ്മൾ കേൾക്കുമ്പോൾ ഒക്കെ എന്തൊരു കൺകുളിർക്കുകയും ചെവി കുളിർക്കുകയും ഒക്കെ ചെയ്യുന്ന രീതിയിലുള്ള
കാര്യങ്ങൾ ഒക്കെയാണ്. അപ്പോൾ എനിക്കത് മനസ്സിലാവാത്ത വളരെ ഈ ആക്രമണോത്സുകത നിറഞ്ഞു നിൽക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ ഇപ്പോൾ. ആക്രമണോത്സവം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും ഈ വിദ്യാർത്ഥികളുടെ ഇടയിൽ ഒരു ചെറിയ ടോളറൻസ് പോലും ഇല്ല. ഈ ഒരു രണ്ട് ക്ലാസ്സുകൾ തമ്മിൽ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായാൽ അവരങ്ങ് അടിച്ച് അങ്ങ് തല്ലി തകർത്ത് ഇരിക്കുകയാണ്. ഒരു കൂട്ടുകാരൻ ഒരു ചെറിയ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അവനോട് ക്ഷമിക്കുകയൊന്നുമല്ല, അവനെ സംഘം ചേർന്ന് അങ്ങ് ഇടിച്ച് ഇഞ്ചയാക്കി ചതച്ച് ഒന്നി കൊല്ലുക, അല്ലെങ്കിൽ അതേപോലെയുള്ള ചെറിയ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. അപ്പോൾ ഭയങ്കരമായ ആക്രമണോത്സുകത ഉള്ളൊരു സമൂഹത്തിൽ നമ്മൾ മുതിർന്നവർ ഈ കാര്യങ്ങൾ പഠിക്കുകയും കഴിയുന്നതൊക്കെ മറ്റേ ചെറിയ കുട്ടികളെ പഠിപ്പിച്ചെടുക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ സഹിഷ്ണുതയും സഹനവും ഒക്കെ, ഈ ഒരു കവിളിൽ അടിച്ചാൽ മറ്റേ കവിൾ കാണിച്ചു കൊടുക്കുക എന്നൊക്കെ നമ്മൾ ഈ മധുരവചനം പറയുമെങ്കിലും നമ്മളോടൊരു ചെറിയ ഉപദ്രവം ചെയ്ത ആളിനോട് പ്രതികാരം ചെയ്യാതെ നമുക്കൊന്നും സമാധാനം ഇല്ലാത്ത പോലെയാണ്. നമ്മളെന്ന് ഞാൻ ജനറലൈസ് ചെയ്താണ് കേട്ടോ, നമ്മളാരും അല്ലത്. നമ്മളൊക്കെ ഇതിൽ ജംസാണ്, വളരെയധികം രത്നങ്ങളെ പോലെയുള്ളവരാണ് നമ്മളൊക്കെ. കാരണം ഇരുത്തം വന്ന ഒരു ചിന്തയും ഒക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ 7 മണിക്കൊക്കെ ഇതിങ്ങനെ കുറെ കൂടെ നമ്മൾ ഊതിക്കാച്ചിയെ പൊന്നാവാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ ആക്കാനും നമ്മളൊക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ സാബു സാറിന്റെ ഈ ക്ലാസ് വളരെ വളരെ ഞാൻ ഈ ക്രിസ്മസ് സന്ദേശങ്ങൾ ധാരാളം ഒക്കെ ഞാൻ കേൾക്കുകയും ഇന്നലത്തെ പ്രഭാഷണത്തിന് വേണ്ടിയിട്ട് ഞാൻ തയ്യാറെടുക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷെ ഇതുപോലെ സിമ്പിളായിട്ട് ലളിതമായിട്ട് ആ ഒരു പറയുകയും പിന്നെ നമുക്ക് എന്നും പാലിക്കാവുന്ന ഒരു 6 പോയിന്റ്സ് സാർ പറഞ്ഞു, അത് നമ്മുടെ വിദ്യാർത്ഥികളെയും മക്കളെയൊക്കെ പഠിപ്പിച്ചു കൊടുക്കേണ്ട ആ ഒരു 6 പോയിന്റ്സ് ഇല്ലേ. അപ്പൊ അതിൽ സൈലൻസ്, അത് വലിയ ഇപ്പോഴത്തെ പുതിയ പിള്ളേർക്ക് അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതേപോലെ അഫർമേഷൻ, അവരുടെ ഉള്ളിൽ അത് ഉറപ്പിച്ച് എടുക്കുന്ന ഒരു സമയം. പിന്നെ വിഷ്വലൈസ് ചെയ്യുക എന്ന് പറയുന്നത് ഈ കരിയർ കെട്ടിപ്പടുക്കുമ്പോഴും അതുപോലെ ജീവിതം കെട്ടിപ്പടുക്കാനും ഒക്കെ തുടങ്ങുന്നവർ നമ്മളെപ്പറ്റി വിഷ്വലൈസ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ് വികൃത വേഷധാരികളായിട്ടൊക്കെ ഇവരൊക്കെ നടക്കുന്നതൊക്കെ. കണ്ണാടിയിലൊക്കെ നോക്കിയാൽ നമ്മുടെ ഈ പിള്ളേരുടെ രൂപങ്ങളൊക്കെ കണ്ടാൽ പ്രേതമാണോ പിശാചാണോ കാട്ടുമാടനാണോ ഈ വന്ന് നിൽക്കുന്നതെന്ന് തോന്നുന്ന രീതിയിൽ ഈ മുടിയും വസ്ത്രങ്ങളും ഒക്കെ ആയിട്ട് നടക്കുന്ന പിള്ളേരെ വിഷ്വലൈസ് ചെയ്യാൻ, അവരുടെ രൂപത്തെ പറ്റിയും ഭാവത്തെ പറ്റിയൊക്കെ വിഷ്വലൈസ് ചെയ്യാനും ഒക്കെ നമ്മൾ പഠിപ്പിക്കും. എക്സർസൈസ് ഇപ്പോൾ ഈ കുറച്ചു പേർക്ക് ഉണ്ടെങ്കിലും ബാക്കി എല്ലാവരും വളഞ്ഞു ചുരുണ്ടുകൂടി ഇരിക്കുന്ന ഒന്നാണ്. വായന, ഈ ഓൺലൈൻ വായന അല്ലെങ്കിൽ ഈ റീൽസ് കണ്ട് വിഡ്ഢിത്തം കണ്ട് വിളിച്ചുകൊണ്ടിരിക്കുന്ന പോലെയുള്ള ഒരു വായനയുടെ അപ്പുറത്തേക്ക് പോകുന്നില്ല. അതേപോലെ ഈ എഴുത്ത്, ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ അന്യരെ പറഞ്ഞതിന് വൃത്തികെട്ട കമന്റുകൾ എഴുതുന്നതിന് അപ്പുറത്തേക്ക് ഒരു എഴുത്ത് ഉള്ളിൽ നിന്ന് വരുന്ന ഒരു എഴുത്തായിട്ട് വരുന്നില്ല. സാറിൻ്റെ ഈ ക്ലാസ് എക്സലന്റ് ആയിരുന്നു സാർ. അത് യൂട്യൂബിലിട്ടാൽ ഞാനത് 1000 പേരുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഈ റോബിൻസൺ പള്ളിയിൽ ഇന്നലെ ഉണ്ടായിരുന്ന 200 കുടുംബങ്ങളും അവരുടെ ഈ പേരക്കുട്ടികളുടെ കലാപരിപാടി കാണാൻ പേരൻസിനേക്കാളും മുത്തശ്ശനും മുത്തശ്ശിയാണല്ലോ വരുന്നത്. അവർക്കെല്ലാം ഞാനത് ഷെയർ ചെയ്ത് കൊടുക്കാനും ഒക്കെ ആഗ്രഹിക്കും. നന്നായി സാർ. അതുപോലെ ഇന്നത്തെ ഈ ദിവസം ഈ സാറിൻ്റെ ക്ലാസ് ഈ മധുരതരമായൊരു കേക്കിനേക്കാളും വളരെ നന്നായി. അതേപോലെ ഉലകന്നാൻ സാർ പറഞ്ഞൊരു കാര്യം, എനിക്ക് ഈ മതിലുകൾ കെട്ടിയിട്ട് നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞതിന് ശേഷം മതിലിന്റെ മുകളിൽ കുറെ കൂടെ ഉയരം വെക്കുക, കുറെ കൂടെ ഗ്രില്ല് വെച്ചിട്ട് അടുത്ത വീട്ടിൽ ആരാന്ന് പോലും നോക്കി പോകരുത് എന്നുള്ള രീതിയിൽ ഒരു കാര്യം. ഉലകന്നാൻ സാറ് ഞാനൊക്കെ ജപ്പാൻ കണ്ടിട്ടുള്ളതാണ്. ഈ ജപ്പാനിലെ വീടുകളിലൊന്നും മതിലുകളില്ല. അവർ ചെറിയ വേലികൾ, ആ വേലിയിൽ പടർത്തിയിട്ടിരിക്കുന്ന പൂവള്ളികളും പച്ചക്കറികളും ഒക്കെ ആയിട്ട് അയൽക്കാർ തമ്മിൽ ഈ പറഞ്ഞ പോലെ കണ്ടും സ്നേഹിച്ചും വിഷ് ചെയ്തും പോകുന്നത് കാണുമ്പോൾ നമ്മൾ അയൽവക്കത്ത് ആരാണെന്ന് പോലും അറിയാത്ത രീതിയിൽ ജീവിക്കുന്നത് വലിയ അതും ക്രൈസ്തവ സമൂഹം ഏറ്റവും നല്ല സ്ട്രെങ്തിലുള്ള കേരളത്തിലാണ് അതിഗംഭീര മതിലുകൾ ഉള്ളതും ഒക്കെ. അപ്പൊ എന്തായാലും സാറിന്റെ ഈ സന്ദേശം നമുക്കൊക്കെ വലിയ ഐ ഓപ്പണിങ് തന്നു എന്ന് പറയാതിരിക്കാൻ എനിക്ക് കഴിയുന്നില്ല. ഞാൻ ഇത്തിരി വൈകി കയറിയോണ്ട് ആദ്യത്തെ സന്ദേശം എനിക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല. സാറിന്റെ ക്ലാസ്സും മുറിഞ്ഞുപോയ ഉലഹന്നാൻ സാറിന്റെ ക്ലാസ്സും വളരെ ഗംഭീരായി, വളരെ നന്നായി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇന്നത്തെ ഈ സായാഹ്നം. താങ്ക് യു സാർ. താങ്ക് യു സാർ. ഓമന ടീച്ചർ. എല്ലാവർക്കും ക്രിസ്മസിന്റെ മംഗളങ്ങൾ. നല്ല ഒരു കാര്യമാണ് സാറ് ചെയ്തത്. ഇന്ന് ക്രിസ്മസിന്റെ സന്ദേശം തന്നെ കൊടുക്കാൻ തീരുമാനിച്ചത്. ഞാൻ ഇങ്ങനെ മനസ്സിലോർത്തായിരുന്നു 25-ാം തീയതി ക്രിസ്മസിനെ പറ്റി തന്നെ ഒരു ക്ലാസ് ഉണ്ടാകണമായിരുന്നു എന്ന് ഞാൻ മനസ്സിലോർത്ത്. ഞാൻ പറഞ്ഞില്ലായിരുന്നു. പക്ഷെ ഒത്തിരി നന്നായി, നല്ല ടേക്ക് അവേസ് ഉണ്ടായിരുന്നു. പിന്നെ ഈ ശുദ്ധീകരണം എന്ന് പറയത്തെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തു, ഇപ്പോഴായിരുന്നു യേശുക്രിസ്തു ജനിക്കേണ്ടത്. എന്നാൽ പള്ളികളിലൊക്കെ ശുദ്ധീകരണം നടത്തിയതുപോലെ എല്ലായിടത്തും ഒരു ശുദ്ധീകരണത്തിന്റെ ആവശ്യമുണ്ട്. എവിടെയും വീടുകളിൽ പോലും യേശുക്രിസ്തു ഒന്ന് കയറി വന്നാൽ പുള്ളി മടുത്തു പോകുന്ന എനിക്ക് തോന്നുന്നത്.
അതുപോലെ യൂദാസിന് വലിയ ബുദ്ധിമുട്ട് വരികയില്ല. ഇപ്പോഴത്തെ കാലത്തുള്ള ആത്മീയ നേതാക്കന്മാരെ ആണെങ്കിൽ ഒറ്റ കൊടുക്കേണ്ടി വരികയില്ല. കാരണം കണ്ടാൽ അറിയാലോ, യുവദാസിന്റെ പണി ഇപ്പം ലാഭമായി. അതുപോലെ യേശുക്രിസ്തു പറഞ്ഞത് എൻ്റെ സന്ദേശം എല്ലാവർക്കും എത്തിക്കുക എന്നാണ്. എൻ്റെ സന്ദേശം എല്ലാവർക്കും എത്തിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയത് യേശുക്രിസ്തുവിനെ പോലെ നമ്മളാകുക. മീൻസ് ആ സന്ദേശങ്ങൾ നമ്മൾ അനുസരിക്കുക, അനുകരിക്കുക, അത് നമ്മുടെ പ്രവൃത്തിയിൽ വരുത്തുക. നമ്മളത് ചെയ്യുന്നത് കണ്ടിട്ട് മറ്റുള്ളവർ നമ്മളുടെ കൂടെ നമ്മളെ ഇഷ്ടപ്പെടുക, നമ്മുടെ കൂടെ കൂടുക, നമ്മൾ ചെയ്യുന്ന പോലെ ചെയ്യാൻ ശ്രമിക്കുക. അതാണ് യേശുക്രിസ്തു പറഞ്ഞത്. അല്ലാതെ എല്ലാവരെയും പോയി മാമോദീസ മുക്കാൻ, പിടിച്ചുകെട്ടി മാമോദീസ മുക്കാനൊന്നും യേശുക്രിസ്തു പറഞ്ഞിട്ടില്ല. ഞാൻ പലരോടും സംസാരിച്ചു ഇങ്ങനെ ഉള്ള ആത്മീയമായി ഉള്ള ആൾക്കാരോട്. അവർ പറയുന്നത് എന്നാന്ന് വെച്ചാൽ മാക്സിമം ബാപ്റ്റൈസ് ചെയ്യണം, മാക്സിമം ബാപ്റ്റൈസ് ചെയ്യണം എന്നാണ് പറയുന്നത്. അതെനിക്ക് മനസ്സിലായില്ല. ഞാൻ പറഞ്ഞു അങ്ങനെയല്ല യേശുക്രിസ്തു പറഞ്ഞത് എന്ന് പറയുമ്പോൾ അവർ മിണ്ടുന്നില്ല, പിന്നെ മറുപടി പറയുന്നില്ല. അപ്പൊ ഒത്തിരി ആളുകൾക്ക് ശുദ്ധോധന സാറ് പറഞ്ഞ പോലെ തന്നെ ഇത് ഒത്തിരി ആവശ്യമാണ് ആളുകൾക്ക്. അപ്പൊ ഇത് ആളുകളെല്ലാവരും ഇതിൻ്റെ അകത്ത് ഇന്ന് എത്ര ആളുണ്ടെന്ന് ഞാൻ നോക്കി, എത്ര പേര് കേൾക്കുന്നുണ്ടെന്ന്. സാറ് പറഞ്ഞത് പോലെ ഇതെല്ലാം ഒന്ന് കുറേ പറ്റുന്ന കാര്യങ്ങളെങ്കിലും ഒന്ന് പ്രവൃത്തിയിലാക്കാൻ നമ്മൾ ശ്രമിക്കണം എന്നുള്ളതാണ് എനിക്കും തോന്നുന്നത്. താങ്ക് യു സാർ. ഇന്ന് സാബു സാറിനും പ്രത്യേകം നന്ദി. എല്ലാവരും പറഞ്ഞത് വളരെ ടേക്ക് അവേസ് ഉണ്ടായിരുന്നു. താങ്ക് യു സാർ. താങ്ക് യു. ഞാൻ സത്യം പറഞ്ഞ ഇന്ന് തോമസ് അച്ഛനെയാണ് വിളിച്ചിരുന്നത്. തോമസ് അച്ഛൻ തിരക്കായി പോയതുകൊണ്ട് ഞാൻ ജോർജ് സാറിനെ ആ ദൗത്യം ഏൽപ്പിച്ചു. ജോർജ് സാറ് പറഞ്ഞു. പിന്നെ ഞാൻ ഇന്ന് എനിക്കൊരു പ്രോഗ്രാം ഉള്ളതുകൊണ്ട് ആ പ്രോഗ്രാമിന് വേണ്ടി ഞാനൊരു കുറച്ച് കാര്യങ്ങൾ തയ്യാറാക്കി വെച്ചിരുന്നത് കൊണ്ട് അത് ഞാൻ കൃത്യമായിട്ട് ഇവിടെ ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. തോമസ് അച്ഛൻ കേൾക്കാവോ? തിരക്കിലാണോ? കഴിഞ്ഞ കൊല്ലം 25-ന് എനിക്കൊരു ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇതാണ് എടുത്തു വെച്ചത്. അപ്പൊ ഞാൻ ഈ വർഷം ആരെങ്കിലും ഒന്ന് ചെയ്താൽ മതിയായിരുന്നു എന്ന് ഇങ്ങനെ ഓർത്തു. ഇല്ല, ഞങ്ങൾ എല്ലാ ക്രിസ്മസിനും ഗുഡ് ഫ്രൈഡേക്ക് എല്ലാത്തിനും നമ്മൾ ഇങ്ങനത്തെ പ്രോഗ്രാംസ് ചെയ്യാറുണ്ട്. അതെ, കഴിഞ്ഞ കൊല്ലം ഞാൻ ഇതിലേക്ക് കയറിയിട്ടില്ല. എല്ലാ വർഷവും ഇതുപോലെ എല്ലാ ഇൻസിഡന്റുകൾ പ്രത്യേകിച്ചുള്ള ദിവസങ്ങളിലും അത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ജോബി ജോർജ് സാറ് ക്രിസ്മസ് സന്ദേശം അടിപൊളിയായിരുന്നു ക്ലാസ്. കേൾക്കാവോ? കേൾക്കാം സാറേ. എന്റെ ഒച്ചയ്ക്ക് ഇച്ചിരി പ്രശ്നമുണ്ട്. തിരക്കായിരുന്നു. സാറ് നന്നായിട്ട് പറഞ്ഞു എന്ന് ഇവരുടെ റെസ്പോൺസിൽ നിന്ന് മനസ്സിലായ പ്രത്യേക അഭിനന്ദനങ്ങൾ. എന്റെ ഒച്ചയെല്ലാം പോയിരിക്കുകയാണ്. ഞാൻ വേറെ വീട്ടിലായതുകൊണ്ട് തിരക്കിലാണ്. ജസ്റ്റ് സമയം കിട്ടിയെന്ന് കയറിയേ ഉള്ളൂ. ഓക്കെ സാർ, വിശ്വാസം എല്ലാവർക്കും ക്രിസ്മസിന്റെ മംഗളങ്ങൾ ആശംസിക്കും. കേട്ടതനുസരിച്ച് നമ്മുടെ മനസ്സുകൾ മാറ്റാൻ ദൈവം നമുക്ക് എല്ലാവർക്കും കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. താങ്ക് യു തിരിച്ച്. ഓക്കെ, വേറെ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? ജോർജ് സാറ് പറഞ്ഞു. മനുഷ്യ മനസ്സുകൾ ജോർജ് സാറാണ് ആദ്യം പറഞ്ഞത്. സാർ ഇനി പറയും. അവസാനം സാറ് തന്നെ പറയും. ഓക്കെ, ജോർജ് സാർ എല്ലാവർക്കും ഒരു മെറി ക്രിസ്മസ് കൊടുത്ത് സാറിന് പറയാനുള്ള കൂടെ പറഞ്ഞിട്ട് മതി. ഞാൻ ആദ്യം എനിക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു പോയി. എങ്കിലും ഞാനൊരു ക്രിസ്മസ് ഗാനത്തിൻ്റെ ചെറിയ ഒരു 3-4 ലൈൻ പാടാം. രാരിരി 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 രാരാ രാരിരി രാരിരി രാരാരോ രാരിരി 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 രാരോ രാരിരി രാരിരി രാരാരോ കന്യകമ്മേരി തൻ പൊൻകുഞ്ഞിനെ പൊൻകൈകളിങ്ങനെ താരാട്ടി കന്യകമ്മേരി തൻ പൊൻകുഞ്ഞിനെ പൊൻകൈകളിങ്ങനെ താരാട്ടി രാരിരി 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 രാരോ രാരിരി രാരിരി രാരാരോ രാരിരി 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 രാരോ രാരിരി രാരിരി രാരാരോ രാജകോലാഹലം ദൂതകോലാഹലം ലോകരെല്ലാവരും കേട്ടേവം രാജകോലാഹലം ദൂതകോലാഹലം ലോകരെല്ലാവരും കേട്ടേവം രാരിരി 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 രാരോ രാരിരി രാരിരി രാരോ രാരിരി 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 രാരോ രാരിരി രാരിരി രാരോ. താങ്ക് യു സർ. എല്ലാവർക്കും ക്രിസ്മസ്
മംഗളാശംസകൾ ഒരിക്കൽ കൂടെ നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു വെരി മച്ച്. നമസ്കാരം. അപ്പൊ എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ 2024 ക്രിസ്മസ്, അതുപോലെ ഇനി നമുക്ക് പുതുതായിട്ട് വരാനുള്ള ന്യൂ ഇയർ എല്ലാം സന്തോഷകരമാകട്ടെ. സുധാകരൻ ഡോക്ടർ പറഞ്ഞ പോലെ സന്തോഷം മറ്റുള്ളവരെ അടിച്ച് താഴെയിട്ടിട്ട് കാണിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വ്യത്യസ്തമായ രീതിയിലേക്ക് മാറാൻ ഇതുപോലുള്ള ജീവിത മാതൃകകൾ നമുക്ക് തീർച്ചയായിട്ടും ഗുണകരമായിട്ട് ഉപയോഗിക്കാം. എനിവേ, നമുക്ക് പ്രാർത്ഥിക്കാം, എല്ലാം നന്നായി വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്തുമസ് ആശംസകൾ നേർന്നു. ഒരു ക്രിസ്മസോടെ കൂടാൻ കഴിഞ്ഞതിൽ അവന് അവസരം നൽകിയ സർവേശ്വരന് സ്തുതി. അങ്ങനെ പറയല്ലേ. അല്ലേ, അതെ, മൈൻഡ്ഫുൾ ക്രിസ്മസ് ഈവ് എന്നാണ് നമ്മൾ ഇന്നത്തെ മൈൻഡ്ഫുൾനെസിന്റെ ഡേ. അതുകൊണ്ട് നമ്മൾ അങ്ങനെ അടുത്ത ക്രിസ്മസിന് സാറിന്റെ സന്ദേശം മനോഹരമായി കേൾക്കുക. ഒരവസരം കിട്ടിയല്ലോ, എപ്പോഴും എന്തെന്ന് ആരറിയും. അല്ല, ഇതുപോലത്തെ ഉത്തരവാദിത്തങ്ങൾ കിട്ടുമ്പോൾ അത് കൂടുതൽ നന്നാക്കാൻ ശ്രമിക്കേണ്ടിയിരിക്കുന്നു. അതാണ് റെസ്പോൺസിബിലിറ്റി. ആകാശങ്ങളിലിരിക്കും അവിടുത്തെ നാമം വാഴ്ത്തപ്പെടണമേ, അവിടുത്തെ രാജ്യം വരേണമേ. ക്ഷമാം, എന്താ പറയാൻ വന്നായിരുന്നു? ഇല്ല, പാട്ട് പാടിയതാ സാറേ, പാട്ട് പാടിയതാ. എന്തായാലും ഒരുപാട് സന്തോഷം. ഒത്തിരി മനോഹരായിരുന്നു സാർ ഈ ഒരു ക്രിസ്മസ് ഈവനിങ്. താങ്ക് യു സോ മച്ച് സാർ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. സീ യു. ഉള്ള ആളുകളെ വല്ലപ്പോഴും കാണാറുള്ളൂ, പക്ഷെ നമ്മള് പ്ലാറ്റ്ഫോമിലുള്ള എപ്പോഴും എന്നും കാണാറുണ്ടെന്ന് കൂടി ഞാൻ ഓർക്കുമായിരുന്നു. ഹസ്ബൻഡ് ശബരിമലയിലാണ് വർക്ക് ചെയ്യുന്നത്. അദ്ദേഹം പോയിട്ട് ഇപ്പൊ ഇന്ന് 41 ദിവസമായി. വല്ലപ്പോഴും വിളിക്കാറുള്ളൂ, അവിടെ തിരക്കും കൂടെ ആയതുകൊണ്ട്. കുട്ടികളാണെങ്കിലും അപ്പൊ ഞാൻ ഓർക്കുമായിരുന്നു, പ്ലാറ്റ്ഫോമിൽ ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ തന്നെ എന്നും ഒരുമിച്ച് കൂടാറുണ്ട്, പരസ്പരം ഷെയർ ചെയ്യാറുണ്ട്. സന്തോഷം തന്നെയാണ്, എന്നാലും അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് ഞാൻ ഓർക്കുമായിരുന്നു സാർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഗുഡ് നൈറ്റ്. താങ്ക് യു സാർ. സീ യു. താങ്ക് യു സാർ.